ഓക്കെ. Yes. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ വൈ ഷുഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ടെൽ എ സ്റ്റോറി, ഹി ഷുഡ് റൈറ്റ് കോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റിയൽ ടൈം എൻവയോൺമെന്റിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ യു കോഡ് ലെസ് ബട്ട് യു ഡിസ്കസ് അബൌട്ട് ദ കോഡ്, വാട്ട് ആർ ദ ഡിസൈൻ, അതെങ്ങനെ ഈ എക്സിസ്റ്റിംഗ് സൊല്യൂഷനിലോട്ട് കുറ്റിക്കയറ്റാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ് ആണെങ്കിൽ എങ്ങനെ വി ഷുഡ് സ്ട്രക്ചർ യുവർ അപ്ലിക്കേഷൻ. അപ്പോ ഒരു വിത്തിൻ ദ വർക്ക് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയാ പല കൺസെപ്റ്റ്സും നമുക്ക് ഡയറക്ട്ലി റെപ്രസെന്റ് ചെയ്യാനൊന്നും പറ്റണമെന്നില്ല. അപ്പൊ നമ്മള് മെറ്റഫോറിക്കലി അല്ലെങ്കിൽ രൂപാത്മകമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇനി അതല്ല, ഇപ്പൊ ചില കേസിൽ ഇപ്പോ ഒരു എന്താ പറയാ ആൾക്കാർക്ക് എക്സ്പ്ലനേറ്ററി പവർ ഉള്ള മാതൃകകൾ ഉപയോഗിച്ച് പറയേണ്ടി വരും. അപ്പോ സ്റ്റോറി ടെല്ലിംഗ് വിത്തിൻ ദ വർക്ക് ഒരു വലിയ ഇമ്പോർട്ടന്റ് കാര്യം. ഓക്കെ, അത് ആർക്കും ഡൗട്ട് ഉണ്ടാവണമെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടുത്തെ സ്റ്റോറി ടെല്ലിംഗ് കുറച്ചും കൂടി വർക്കിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗും കൂടിയാണ്. അപ്പോ ഫസ്റ്റ് തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നമ്മൾ മോസ്റ്റ് ഓഫ് അസ് വർക്കിന്റെ ഔട്ട്സോഴ്സിങ് ഇൻഡസ്ട്രി. അപ്പൊ ഔട്ട്സോഴ്സിങ് ഇൻഡസ്ട്രിയിൽ മിക്കവാറും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് മിക്കതും കാലേ കൂട്ടി ഒരു അറിവുണ്ടാവും. അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അവിടെ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പലപ്പോഴും അത് ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അധികം സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവന് വേണ്ടി ആൾറെഡി മുകളിലുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റ് ആൾറെഡി സ്റ്റോറി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സ്റ്റോറിയുടെ അകത്തെ ക്യാരക്ടർ മാത്രമാണ്. പക്ഷേ എന്ന സ്ഥാനത്ത് നിങ്ങൾ സംതിങ് നോവലായിട്ട് ചെയ്യാൻ പോകുന്നു. ഈവൻ ഇൻ എ കൺവെൻഷണൽ അല്ലെങ്കിൽ ഒരു സർവീസസ് കമ്പനി തന്നെ ഒരു ഇന്നോവേഷൻ ലാക്കാക്കിക്കൊണ്ടുള്ള പ്രൊജക്ട്സോ, ഇനി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് കമ്പനീസിലെ ന്യൂ പ്രൊഡക്ട്സോ, ഇനിയിപ്പോ സ്റ്റാർട്ടപ്പിലെ ന്യൂ ഐഡിയാസ് എലാബറേറ്റ് ചെയ്യുമ്പോഴൊക്കെ സ്റ്റോറീസ് പ്ലേ എ വൈറ്റൽ റോൾ. കാരണം ദാറ്റ് ഗ്ലൂ ദ പ്രൊജക്ട്സ് ടുഗദർ, ദി ഗോൾസ് ഓഫ് ദി കമ്പനി ടുഗദർ. അങ്ങനെ ഒരു കമ്പനിയുടെ വിഷൻ, മിഷൻ അതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് എപ്പോഴും ഒരു നറേറ്റീവ് ഉണ്ടാവുകയും അതിങ്ങനെ റിഫ്രഷ് ചെയ്യുകയും പിവോട്ടിങ് വരുമ്പോൾ അതിന് ന്യൂ നറേറ്റീവ് കൊടുക്കാനും പറ്റണം. അപ്പോ ഒരു ലാസ്റ്റ് 10-20-30 മാസത്തോളം ഒരു എന്താ പറയാ സ്റ്റാർട്ടപ്പില് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആവാൻ നടന്നു കഴിഞ്ഞപ്പോ ഒരു ഇത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുക ചെയ്തേ. കാരണം ഔട്ട് ഓഫ് ദി മെനി ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഇപ്പൊ മേ ബി ഞാൻ എത്ര നല്ല സ്റ്റോറി ടെല്ലറാണെന്ന് അതേഴ്സ് വിൽ ജഡ്ജ്, ബട്ട് ഐ ഡു ഹാവ് ഇൻസ്റ്റിങ് ടു ടെൽ ദ സ്റ്റോറി. ആ സ്റ്റോറി ചെയ്തുകൊണ്ട് അവിടെ ഒരു ഗ്രൂപ്പ് കൊഹിയറന്റ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുകയും ആക്ച്വലി I was critical about other people that okay, they are not telling the stories properly or stories are not getting communicated. അപ്പോ അതൊരു വലിയ പ്രോബ്ലം ആണ്. അപ്പൊ ഞാൻ അതിനു വേണ്ടി പലപ്പോഴും ഞാൻ എന്താ പറയാ പല ഫ്രെയിം വർക്ക്സ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ഒരു ഞാൻ പേഴ്സണലി ഉണ്ടാക്കിയ ഒരു ഫ്രെയിം വർക്കാണ് ഇവന്റ് സ്റ്റോറീസ് ആൻഡ് നറേറ്റീവ് ഫ്രെയിം. അതായത് എല്ലാവരുടെയും ലൈഫിൽ കുറെ ഇവന്റ്സ് ഉണ്ടായിട്ടുണ്ട്. സേ ഐ മൈറ്റ് ഹാവ് റിട്ടൺ എ ഡിവൈസ് ഡ്രൈവർ. ഇനി in another context I might have written a program which consumes device driver. പിന്നെ എന്താ പറയാ ടു പ്രൊവൈഡ് an API. ആ API വേറെ ഏതെങ്കിലും ഒരു API വെച്ചിട്ട് perhaps I would have written an application. അപ്പോ 3 കോണ്ടെക്സ്റ്റിലുള്ള ഏതൊരു ആപ്ലിക്കേഷൻ, ഒരു ആപ്ലിക്കേഷൻ വിച്ച് ലിവറേജസ് എ ലൈബ്രറി വിച്ച് ലിവറേജസ് എ ഡിവൈസ് ഡ്രൈവർ ആൻഡ് ഡിവൈസ് ഡ്രൈവർ which is being written for a character or a block driver. ഇത് 3 ഇവന്റ്സ് ആയിരിക്കും. പക്ഷേ നമ്മൾ when we say that okay we do know Linux system programming, I can package it as a single story. See, I have got the distinction of working at the application level, at the middleware level as well as a system programmer. അതൊരു ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അത് തന്നെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു കോണ്ടെക്സ്റ്റില് അവർക്ക് ഡിവൈസ് ഡ്രൈവറിന്റെ ഇതാണ് ഊന്നൽ കൊടുക്കണേന്ന് എൻഡ് ടു എൻഡ് പൈപ്പ് ലൈൻ അറിയാവുന്നതായിരിക്കും നമ്മുടെ emphasis. അവിടെ ഒരു നറേറ്റീവ് ആണ്. അപ്പോ ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഹോച്ച് പോച്ച് ഓഫ് സ്മോൾ തിങ്സ്. അതിനെ നമുക്ക് വേരിയസ് രീതിയിൽ എൻസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ജനറേറ്റ് സ്റ്റോറീസ് ആൻഡ് അറൌണ്ട് സ്റ്റോറീസ് വി ക്യാൻ ക്രിയേറ്റ് മൾട്ടിപ്പിൾ നറേറ്റീവ്സ്. അപ്പോ ഈ
ഇത് ഒരു മോഡൽ തരത്തിലാണ്, ഒരു കൺസെപ്റ്റ് ലെവലിലാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവന്റ് സ്റ്റോറീസ് ഇത് തന്നെ. ഇനിയിപ്പോ നറേറ്റീവ് തന്നെ എങ്ങനെ ഡെലിവർ ചെയ്യാന്ന് നോക്കുമ്പോൾ വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ഡിഫറെന്റ് ടോൺസ്. ഒന്ന് കൺവെർസേഷണൽ ഇംഗ്ലീഷ് ഒക്കെ. ദി ഐഡിയ ഈസ് ടു ജസ്റ്റ് ട്രാൻസ്ഫർ or communicate okay what you have got in mind. പിന്നെയുള്ളത് കമ്മ്യൂണിക്കേഷണൽ ഇംഗ്ലീഷ് ആണ്. കൺവെർസേഷണൽ ഇംഗ്ലീഷിന്റെ കൂടെ നമ്മൾ ഉദ്ദേശിച്ച ആ സബ്ജക്റ്റിന്റെ കോർ എസൻസ് ആസ് ഈസ് വിത്തൗട്ട് ഡാറ്റ ലോസിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിപ്പോ അതിനും കുറച്ചും കൂടി ഉള്ളൊരു സാധനമാണ് ആർട്ടിക്കുലേറ്റീവ് ഇംഗ്ലീഷ്. ആർട്ടിക്കുലേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേഴ്സ് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മോറലെസ് ഒക്കെ ബൈ എന്താ പറയാ, by clarifying the different scenarios, we can actually articulate that, okay, out of all solutions, this seems to be one. പിന്നെ assertive English ഉണ്ട്. അതായത് you need to, okay, there is a chance that, okay, people will dispute it by citing different things. But if you are not able to force a certain design or an architecture, the whole point of creating the architecture bomb is you need to articulate it. That is articulative English. And on top of it, okay, you should be able to sometimes, okay, to give credibility to what you say, you should be able to narrate something in a third person passive perspective. Okay, അപ്പോൾ ഈ ഇവന്റ് സ്റ്റോറീസ് നറേറ്റീവ്സ് മാത്രമല്ല, ദ വേ വി ഡെലിവർ, പിന്നെ അതിന്റെ കൂടെ ഒരു 4-5 സ്റ്റേക്ക് ഹോൾഡേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ ഈ communicating your ideas to different class of people depending upon the context, അതൊരു മാസ്റ്റർ ചെയ്യേണ്ട ആർട്ടാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ ഞാൻ കഥ പറയുമ്പോൾ എനിക്ക് കേൾക്കുന്ന റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോ ഐ വിൽ ട്രൈ ടു ക്രിയേറ്റ് ന്യൂ സ്റ്റോറീസ്, ന്യൂ പിക്ചേഴ്സ്. അതിൽ ചിലത് എന്താ പറയാ, ഇടയ്ക്ക് വ്യക്തിഗതപരമായിരിക്കും. ഇനി അത് ഈ വ്യക്തിഗതപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ എന്റെ പ്രതിയോഗികൾ എന്നെ എത്തിക്കണതാണ്. അതിപ്പോ നിങ്ങൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതെ, നീയൊക്കെ എത്രയും ചെയ്തല്ല, അവന്റെ അത്രയും വിവരമില്ല, പിന്നെ ഞാൻ അവന്റെ തന്തയെ വിളിക്കണം. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം വളരെയേറെ പ്രശ്നമാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, സ്റ്റോറി പറയുമ്പോ തന്നെ അവന്റെ തള്ളു സഹിക്കാൻ പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജനറേറ്റീവ് എഐയുടെ കാലത്തിൽ നിങ്ങളുടെ ആശയങ്ങൾ പല രീതിയിൽ എൻസംബിൾ ചെയ്ത് ജനറലൈസ് ചെയ്ത് നറേറ്റീവ് ഉണ്ടാക്കാൻ എന്നുള്ളത് ഒരു ഇമ്പരേറ്റീവ് മാത്രമല്ല, നിങ്ങളുടെ അവകാശം കൂടിയാണ്. അതാണ് നിങ്ങളുടെ എക്സ്പെർട്ടൈസ്. അതൊന്നും ചെയ്യാതെ ജസ്റ്റ് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ബുക്ക് വായിക്കുക, മാർട്ടിൻ കോളറിനെ എന്തെങ്കിലും 2 കോട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും ചെയ്യാൻ പറ്റൂല. വെറുതെ ഇപ്പൊ എന്താ പറയാ, ഇതാണ്. അപ്പൊ ഞാനൊരു സ്റ്റോറിയുടെ ഒരു ആനക്ഡോട്ട് പറഞ്ഞിട്ട്, ഒരു പെർട്ടിക്കുലർ ആനക്ഡോട്ട് വിച്ച് സേവ്ഡ് ആൻ എൻഗേജ്മെന്റ് ഫോർ മൈ കമ്പനി, അതും കൂടി പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ 2015 ബോസ്റ്റൺ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ബോസ്റ്റണിലാണ് MIT ഉള്ളത്, ഹാർവർഡ് ഉള്ളത്. അപ്പൊ അടുത്ത ആൾക്കാരുടെ ഈഗോ ഏകദേശം ഊഹിക്കാമല്ലോ. അപ്പോ ബോസ്റ്റണിൽ എനിക്കൊരു കമ്പനിയിൽ പോകാനാണ് വന്നത്. ആ കമ്പനിയുടെ പേര് പറയുന്നില്ല. ആ കമ്പനിയുടെ CEO അയാളാണ് ഈ പ്രൊഡക്റ്റ് 1990s എൻഡ് മുതൽ സ്ക്രാച്ച് ചെയ്യുന്ന കോഡ് ചെയ്തുണ്ടാക്കി. അപ്പൊ പ്രാക്ടിക്കലി ഹി ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ദ പ്രൊഡക്റ്റ്. അങ്ങനെ ഈ കമ്പനി വലുതാവുകയും അവരുടെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ക്ലയന്റ് ആണ്. അപ്പൊ എന്ത് പറ്റി, ഈ CEO, അതായത് ഹാർവർഡ് എഡ്യൂക്കേറ്റഡ് MIT എഡ്യൂക്കേറ്റഡ് CEO, അയാൾ എഴുതിയ കോഡ് ഒരു അമേരിക്കയിലെ ഒരു റിച്ച് ഇൻഷുറൻസ് കമ്പനിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വിങ് കൺസ്യൂം ചെയ്യേണ്ടായിരുന്നു. ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വിങ്ങിന്റെ വിങ് മറ്റേ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ക്ലയൻസ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ പോയത്. ഒരു ട്രൈപാട്രിയേറ്റ് എഗ്രിമെന്റ് ഉണ്ട്, അതായത് സോഫ്റ്റ്വെയർ പ്രൊവൈഡർ, സോഫ്റ്റ്വെയർ കൺസ്യൂമർ, സിസ്റ്റം ഇന്റഗ്രേറ്റർ ആയിട്ട് ഞാൻ പോകുന്നു, എന്റെ ടീം പോകുന്നു. ഇതാണ് അവിടുത്തെ സാധനം. അപ്പോ ഒരു ഭയങ്കര പൊളിറ്റിക്കലി ചാർജ്ഡ് എൻവയോൺമെന്റിലാണ് ഈ എൻഗേജ്മെന്റ് ആണ്. അപ്പോ ഫ്രം പെൻസിൽവാനിയ ഐ ഫ്ലൂ ടു ബോസ്റ്റൺ. അപ്പൊ അവരുടെ ഓഫീസിൽ 3 ദിവസം ഞാൻ കിടന്നിട്ട് ഇയാൾ എനിക്കൊരു ½ hour അപ്പോയിന്റ്മെന്റ് ആണ്, 1 hour അപ്പോയിന്റ്മെന്റ്. അപ്പൊ എന്ത് ചോദിച്ചാലും പറയും ഓക്കെ, സോഴ്സ് കോഡ് ഇസ് ദ ഡോക്യുമെന്റേഷൻ എന്നൊക്കെ ഉള്ള രീതിയിലായി. മനസ്സിലായില്ലേ?
പിന്നെ അത് ഞാൻ ആൾറെഡി നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നാണല്ലോ, അത് അവിടെ പോയി നോക്കിയാൽ മതി. ആക്ച്വലി എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഇന്റഗ്രേറ്റർ കമ്പനിയിൽ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കും. പല കമ്മ്യൂണിക്കേഷൻ അവരുടെ പ്രൈവറ്റ് മെയിൽ ബോക്സിലായിരിക്കും. മൂവ്മെന്റ് ലീവ് ദ കമ്പനി അത് ഡിലീറ്റ് ചെയ്യും. അപ്പൊ പലതിന്റെയും കോൺടാക്സ്റ്റ് ഇല്ല. സോ 45 minutes ആയിട്ട് നത്തിങ് ഈസ് ഹാപ്പനിങ്. സോ ഹോൾ എൻഗേജ്മെന്റ് വുഡ് ഹാവ് ബീൻ ജിയോഫൈഡ്. അപ്പോ ഞാൻ ഒറ്റ കാര്യത്തിന് അയാളോട് പറഞ്ഞു, ഓക്കെ, ബേസിക്കലി ദ മന്ത്ര ഹിയർ സീംസ് ടു ബി യൂസ് ദ സോഴ്സ് ലൂപ്പ് എന്ന് പറയും. യൂസ് ദ സോഴ്സ് ലൂപ്പ്. അയാളൊന്ന് പോസ് ചെയ്തിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾ ഒരു ചിരി ചിരിച്ചു. അപ്പൊ അയാളുടെ കൂടെയുള്ള ഗുൾട്ടികൾ എന്ന് പറയുന്ന തെലുങ്കന്മാര് ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പൊ ഈ വാൻഗാർഡിന്റെ റെപ്രസെന്റേറ്റീവിനും അവിടെ ഉണ്ടായിരുന്നു, ഒരു മാർക്ക് ഡോക്ടറാണെന്ന് പറഞ്ഞു. അയാളെ ഹാപ്പിയായി. അപ്പുറത്ത് കോണില് വാൻഗാർഡിന്റെ ഞങ്ങൾക്ക് ക്ലയന്റ് പറഞ്ഞു മതമാര് അവിടെ കിടന്ന് ദാറ്റ് വാസ് എ ഗുഡ് വൺ എന്നായി. അതായത് സ്റ്റാർ വാർസിനെ കുറിച്ച് വീണ്ടും എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ മാട്ടുപട്ടി മച്ചാനില് മുകേഷ് ചിക്കൻകാല് വായിലിട്ടിട്ട് പറയേണ്ടത്. കാരണം ഞാൻ സ്റ്റാർ വാർസ് ഞാൻ കണ്ടിട്ടുമില്ല. ഇതൊരു പർട്ടിക്കുലർ ബുക്ക്, അതായത് യൂസ് ദ സോഴ്സ് ലൂക്ക് ഞാൻ കാണുന്നത് മാറ്റ് തിയേറ്ററിന്റെ അൺഡോക്യുമെന്റഡ് വിൻഡോസ് 95 ഓർ വിൻഡോസ് 95 സിസ്റ്റം പ്രോഗ്രാമിംഗ് സീക്രറ്റ്സ് ആണ്. ഓക്കെ, അതില് സ്പെലുങ്കിങ് എന്നുള്ള വാക്ക് എന്ന് കഴിഞ്ഞാൽ സ്പെലുങ് ദ കോഡ്, അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് API കോഡ് ഇന്റർസെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു ചാപ്റ്ററിൽ യൂസ് ദ സോഴ്സ് ലൂക്ക് ഡയലോഗിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, അതിനെ കുറിച്ച് യൂസ് ദ ഫോഴ്സ് ലൂക്കാണ് സിനിമയിൽ സ്റ്റാർ വാസിന്റെ, ഇത് യൂസ് ദ സോഴ്സ് ലൂക്ക്. പക്ഷേ ആ ഒരൊറ്റ ആനക്ഡോട്ട്, ആ വാക്ക്, ആ എൻഗേജ്മെന്റ് വളരെ സ്മൂത്ത് ആക്കുകയും പുള്ളി അവിടെ നിന്ന് ഒരു 1.5-1.25 മണിക്കൂർ വേണ്ട പോവുകയും ചെയ്തേ. പിന്നെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നേരിടേണ്ടിയുണ്ട്. ദേ കൺസിഡർ മീ ആസ് വൺ അമംഗ് ദം. അതായത് ഇപ്പൊ ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. കേരളത്തിൽ നമ്മളൊരു കമ്പനിയിൽ ഇങ്ങനെ കുലങ്കുഷിതമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഒരു ഇറ്റലിന്നോ ജർമ്മനിന്നോ വന്നൊരു സായിപ്പ് ഷിറ്റ് പറയട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നുമോ? ആകെ നമുക്കൊരു അത്ഭുതം തോന്നൂലേ? അതേമാതിരി. അപ്പൊ ഇത് ഒരു കഥ മാത്രമാണ്. ആസ് വിത്ത് ദ ഡിസ്കഷൻ പ്രോഗ്രസസ് ശരി. അപ്പൊ യൂസ് ദ സോഴ്സ് ലുക്ക്, അതായത് റീഡ് ദ ഫക്കിംഗ് മാനുവലിന്റെ പൊളൈറ്റ് ഫോം ആണ്. അപ്പൊ ഈ മാറ്റ് തിയേറ്ററിന്റെ സിസ്റ്റം പ്രോഗ്രാമിംഗ് വിൻഡോസ് 95 സിസ്റ്റം പ്രോഗ്രാമിംഗ് സീക്രട്സിന് ശേഷം ഇത് ഞാൻ 95 വാങ്ങിച്ചു നോക്കും. 2004 ഞാൻ ഒരു കമ്പനിയുടെ CEO ആയിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അയാൾ ഒരു സ്റ്റാർ വാർസ് ഫാൻ ആയത് കാരണം അത് പറഞ്ഞു. പിന്നെ ഇത് 2015 ഞാൻ ഓർക്കുന്നത്. അപ്പൊ സോ മച്ച് ഫോർ ദ പവർ ഓഫ് ദി സ്റ്റോറി. മനസ്സിലായില്ലേ? എന്റെ ഒരു സുഹൃത്തിനോട് അത് പറഞ്ഞാൽ പറയും, ഓ ഞാനാണെങ്കിൽ സ്റ്റാർ വാർസിന്റെ 1, 2, 3 പറയും എന്നുള്ളത്. അവിടെ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, അതിനാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രസ്തുത കക്ഷി ഞാനൊന്ന് പറയാം, പുള്ളി അയർലൻഡോട്ട് വിസ അപ്ലൈ ചെയ്തു. അപ്പൊ അതില് പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് വർക്ക് എക്സ്പീരിയൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, സപ്പോർട്ട് ചെയ്യണ്ടായില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? പുള്ളി സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വർക്ക് എക്സ്പീരിയൻസ് കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പൊ റോമൻ കത്തീലിക്കനായ പുള്ളിയെ കത്തോലിക്ക രാജ്യമായ അയർലൻഡ് റിജക്ട് ചെയ്തു. അതായത് അതെന്താ പറ്റിയേ? അതായത് ആവശ്യത്തിൽ കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കരുത് എന്നുള്ളത് അതിന്റെ ഇതാണ്. അത് ഞാൻ എന്റെ ഗതികേടിന് ഞാനത് പ്രെഡിക്റ്റ് ചെയ്തു. പിന്നെ ഞാൻ പുള്ളിന് 2 ദിവസം മാറി കിടക്കുന്നു. മനസ്സിലായില്ലേ? എന്റെ കരുതാട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഈ സ്റ്റോറിയുടെ സ്റ്റോറി, അതായത് യൂസ് ദ സോഴ്സ് ലൂക്കിന്റെ സ്റ്റോറിയും പിന്നെ ലെസ് ഇസ് മോർ, അതായത് കൂടുതൽ കാര്യങ്ങൾ ഡൈവേർജ് ചെയ്ത് കുളമാക്കരുതെന്നും ഈ സ്റ്റോറിയിൽ ഇതുണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ സ്റ്റോറി ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സ്റ്റോറീസ് റോള് പ്ലേ ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ സ്റ്റോറി ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇനി ഇപ്പൊ കാർഗോ കൾട്ട് പ്രോഗ്രാമിംഗ്, അത് വേണമെങ്കിൽ ഒരു സ്റ്റോറിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അപ്പോൾ ഐ എം ക്യൂരിയസ് ടു നോ. അപ്പൊ ഞാനിവിടെ അവതരിപ്പിക്കുന്ന പ്രമേയം എന്ന് വെച്ചാല്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പൂച്ചമൂത്ത് കോക്കാമ്പൂച്ചയായ മാതിരി ഒരു കൊല്ലത്തെ പണി 10 പ്രാവശ്യം ചെയ്തിട്ടല്ല സോഫ്റ്റ്വെയർ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കുന്നത്. He should do things and at the same time he should improve his narrative skills, his observational skills.
ഹിസ് എബിലിറ്റി ടു ടെൽ സ്റ്റോറീസ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പഠിച്ചതിൻ്റെയും മറ്റേ സ്റ്റോറി പറയാനുള്ള കഴിവ് അത് നിങ്ങൾക്ക് വിനയായി മാറും. അതായത് നിങ്ങൾ ചുറ്റുമുള്ളവരെ സ്റ്റോറി പറയാനും പഠിക്കും. ഇതാണ് എൻ്റെ മെസ്സേജ്. ഓക്കെ, ഓവർ ടു യു ലാൽ ശരത്. ഓക്കെ, നിങ്ങളുടെ സ്റ്റോറി ഈ പ്രമേയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്ത് വേണേലും പറയും. ഓക്കെ, നടക്കട്ടെ. ലാല് പറയണ്ടോ? സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ പ്രകാരം. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് എന്താണ് അല്ല ഇത് സാർ ഞാൻ ഇതിനെ ഇപ്പോ ഈ കോണ്ടെക്സ്റ്റ് എന്റെ ഇപ്പോഴത്തെ കറണ്ട് വെസ്റ്റിൽ വർക്ക് ചെയ്യുന്ന കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കിയത്, ഇപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ ആയിട്ട് ലേൺ ചെയ്യണമെങ്കിൽ അല്ല ഗ്രോ ചെയ്യണമെങ്കിൽ പോലും ഈ ഇൻഫ്ലുവൻസർ ആവണം എന്നുള്ളതാണ് കമ്പനിയിൽ. നെക്സ്റ്റ് ടെക്നോളജി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസർ ആവലാണ്. ഇൻഫ്ലുവൻസർ ആവുമ്പോൾ സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ നറേറ്റീവ്സ് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫെയിലിയർ ആണ്. അതാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതായത് സിഒനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യണം. ഇപ്പൊ ഞങ്ങളുടെ ആർക്കിടെക്ട് ആണെങ്കിൽ പുള്ളി 3 million ബഡ്ജറ്റ് റിലീസ് ചെയ്യിപ്പിച്ചത് അപ്ലൈ ചെയ്ത് നടന്നിട്ടാണ്. അവിടെ കഥ ബിൽഡ് ചെയ്ത് പിച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് അർത്ഥം അല്ലെ? അപ്പൊ കൺവിക്ഷനോടെ സ്റ്റോറി പറഞ്ഞില്ലെങ്കിൽ ഹൗ കൻ യു ബി ഏബിൾ ടു കൺവിൻസ് യുവർ ഇൻവെസ്റ്റേഴ്സ്? അതൊരു വലിയ ഫാക്ടറാണ്. അതെ. അത് പിന്നെ യൂസർ സോഴ്സ് ലൂക്ക് ഞാൻ അടിച്ചിട്ടുണ്ട്. സാറിന് ഇവിടെ ഈ മറ്റേ കുറെ, അതായത് എല്ലാം ഇൻസ്ട്രക്ഷൻ കിട്ടേണ്ട സാഹിബ്മാരുണ്ട്. ഇത് റാപ്പിഡ്ലി ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ്. പല സാധനങ്ങളും അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാം. അപ്പൊ ഇതടിക്കും. അല്ല, അപ്പൊ ഈ യൂസേഴ്സ് ലോക്ക് നിങ്ങളെ സ്റ്റോറി ആയിട്ട് അടിച്ച മാതിരി വേറൊരു കാര്യം പറഞ്ഞുതരാം ലാലെ. എന്റെ ഫാദറിന്റെ ഫ്രണ്ട് ഉണ്ട്, അവരുടെ പേര് JD കമ്മത്ത്, ജെ ദിൻകർ കമ്മത്ത് എന്നാണ്. ഓക്കെ, അപ്പൊ 1951 മഹാരാജ് കെമിസ്ട്രി പാസ്സായിട്ടുള്ള ആളാണ്. ഓക്കെ, സോ പ്രാക്ടിക്കലി an എഞ്ചിനീയർ കൈൻഡ് ഓഫ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, ഓക്കെ, ഇൻ പ്രൈവറ്റ് കമ്പനി, ഓക്കെ, അതായത് ഡിപ്പെൻഡൻസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് മോർ യു സ്റ്റേ ദെയർ മോർ യു വിൽ ബി യൂസ്ഫുൾ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞു വന്നോണ്ടിരുന്നപ്പോ പുള്ളി പറഞ്ഞു, ഓക്കെ, ദെർ ആർ അറ്റ് ടൈംസ്, ഓക്കെ, വെൻ യു വിൽ ബി ഇൻ വുഡ്സ്. എങ്ങനെ തന്നെ പറഞ്ഞു പുള്ളി. പുള്ളി പറഞ്ഞു, വെൻ റേപ്പ് ഈസ് യുവർ ജസ്റ്റ് റിലാക്സ് ആൻഡ് എൻജോയ്. അപ്പൊ ഇതൊരു എന്താ പറയാ, ജോലി സാധ്യതയൊക്കെ ഇപ്പൊ പറഞ്ഞ ഇത് കേക്ക്. അപ്പൊ ഈ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി എന്ത് ചെയ്ത്, പുള്ളി ബോസ്റ്റണില് മറ്റേ ഡസോൾട്ട് സിസ്റ്റത്തിന്റെ ഒരു എൻഗേജ്മെന്റ് അവിടെ ഇരുന്നപ്പോ പുള്ളിക്ക് ഒരു ടാസ്ക് കിട്ടി. പുള്ളി പറഞ്ഞ്, ഇറ്റ് സീംസ് ടു ബി വെരി ഡിഫിക്കൽട്ട്. വെൻ റേപ്പ് ഈസ് യുവർ ജസ്റ്റ് റിലാക്സ് ആൻഡ് എൻജോയ് എന്ന് പറഞ്ഞു. അപ്പോ ആ ഓഫീസിൽ 10-15 ദിവസമായിട്ട് നിന്നപ്പോ ഈ ഖലീലിയില്ലേ, മറ്റേ ഈ ഒരു റെസ്ലറില്ലേ ഇന്ത്യന്ന്, ഒരു വലിയ സൈസുള്ള ആള്, ആ സൈസ് കൈയുള്ള ഒരാള് വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊടുത്തു. അല്ല, അപ്പൊ ഇങ്ങനത്തെ ഒരു ഈ വെൻ റേപ്പ് ഈസ് ഷുവർ ജസ്റ്റ് റിലാക്സ് ആൻഡ് എൻജോയ്, അതൊരു മെറ്റഫോറിക് യൂസേജ് ആണ്. അത് അതിനർത്ഥം ഇതല്ല. അപ്പൊ ഇത് ഞാനൊരു കമ്പനിയിൽ യൂസ് ചെയ്തു. ഈ ഇന്റർനെറ്റിന്റെ ഫാദർ അൽഗ്രോവ് ആണെന്നുള്ളത് കേട്ടിട്ടുണ്ടോ? അതായത് ബിൽ ക്ലിന്റന്റെ VP ഇല്ലേ, അയാള് ഭയങ്കര ഒരു ഡിജിറ്റൽ ഇതൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അയാളുടെ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ don't bother too much about environmental pollution. Okay, let's focus on what we are supposed to do. In the long run, we are all dead. And when rape is sure, just relax and enjoy. ഞാൻ ഒറ്റ ഇതിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തു. അവിടെ കുറച്ച് നേരത്തേക്ക് സ്തബ്ധമായി എല്ലാവരും. പക്ഷേ എല്ലാ കമ്പനിയിലും ഒരാൾക്ക് വിടുവായ അടിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ ഞാനായിരുന്നു. അതോട് ഒരു പോകും. അപ്പൊ അല്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഹൈബി ഈഡന്റെ വൈഫ് വടുതലയിലെ കണ്ടൊരു ആൾക്കാരോട് ഇതേ രീതി പറഞ്ഞു. ലാസ്റ്റ് കേരളത്തിലെ ഒടുക്കത്തെ പ്രശ്നങ്ങളായി. അതുകൊണ്ട് പിന്നെ പത്രങ്ങളിൽ തന്നെ വന്ന്, അതായത് മെറ്റഫോറിക് ഇംഗ്ലീഷ് വശമില്ലാത്തതുകൊണ്ട് വന്നതാണ്. മനസ്സിലായില്ലേ?
ഓക്കെ. ഇതിപ്പോ നമ്മള് മേ ബി ഇവന്റ്സിന്റെ ആനക്ഡോട്ട്സാ പറയുന്നത്. ബട്ട് ആസ് വി പ്രൊസീഡ്, ഹൗ ഷുഡ് യു ക്രിയേറ്റ് എ സ്റ്റോറി ഓർ ക്യാൻ വി വീവ് വൺ? മലയാള സിനിമകൾ അതിന് പറ്റുമോ? ഹിന്ദി സിനിമകൾ അതിന് പറ്റുമോ? അപ്പൊ അങ്ങനെ കുറെ സ്റ്റോറീസ് വീവ് ചെയ്തിട്ട് സ്റ്റോറീസ് ചീറ്റി പോയിട്ട് തന്നെ പുതിയ സ്റ്റോറീസ് ഉണ്ടായി. മനസ്സിലായില്ലേ? അപ്പൊ ഈ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്ട് ഒരു കോഡിംഗ് സ്റ്റേജിലേക്ക് എത്തണമൊക്കെ മുമ്പ് ഈ ഒരു കൺസൾട്ടേറ്റീവ് സെയിൽസ് സൈക്കിൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടെക്നോളജി ട്രാൻസിഷൻ ഫേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷണൽ ഫേസിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് വേണം അത് ഡെവലപ്മെന്റ് ഫേസിലോട്ട് എത്താൻ. അപ്പൊ മിക്ക സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനും അവര് കോഡ് ചെയ്യുന്ന SQL സെർവർ, C# അല്ലെങ്കിൽ ജാവ, അതിന് അപ്പുറത്തൊരു ലോകത്തെ കുറിച്ച് അറിയാത്തതിന്റെ ഒരു കുഴപ്പം കൂടി ഉണ്ട്. മനസ്സിലായില്ലേ? അതായത് ഈ സ്റ്റോറീസ് ഇപ്പൊ ശരത്ത് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസർ ആവാൻ മാത്രമല്ല, അത് ഡെഫിനറ്റ്ലി, കാരണം സ്റ്റോറീസ് പറഞ്ഞാൽ യു ക്യാൻ ബി ആൻ ഇൻഫ്ലുവൻസർ. സ്റ്റോറീസ് പറഞ്ഞാൽ സ്റ്റോറീസിന് കൊഹിറൻസ് വേണം, അതിനെ ബാക്ക് ചെയ്യുന്ന ഫാക്ട്സും വേണം കേട്ടോ. വെറുതെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ കളാന്ന് പറയും. ടെക്നോളജി ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ നടക്കില്ല. അതെ. ഇനി അതേമാതിരി തന്നെ ഈ പറയുന്ന ആൾക്ക് എംപിരിക്കൽ ഗ്രൗണ്ടിങ്ങും വേണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൗണ്ടർ നറേറ്റീവ് വരും. അതായത് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇംഗ്ലീഷ് ഐദർ ഫോറിൻ ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ. അപ്പോ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് അറിയാവുന്നതിന് പോലും ഇംഗ്ലീഷ് അറിയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതായത് അവൻ മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ആ ന്യൂവാൻസ് അവന് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐദർ അവന്റെ മലയാളം വീക്കായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് വീക്കായിരിക്കും. ഇനിയിപ്പോ രണ്ടും വീക്ക് അല്ലെങ്കിൽ അവന് പ്രോഗ്രാം ചെയ്യാൻ അറിയാൻ പറ്റില്ല. എന്തായാലും അപ്പൊ ഇതൊരു പ്രത്യേക രീതിയിലാണ്. അപ്പൊ സ്റ്റോറീസിന് ഇപ്പൊ നമ്മളിപ്പോ സോഫാർ യൂസ് ദ സോഴ്സ് ലൂപ്പ് പറഞ്ഞു, അത് മിമിക് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എടുത്ത് പറഞ്ഞു. കാരണം യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഐഡിയ. വേറൊരു മിമിക്കിംഗ് കോണ്ടെക്സ്റ്റ് ആണ് ഈ ഡസോൾട്ട് സിസ്റ്റത്തിന്റെ കോണ്ടെക്സ്റ്റില് ഒരു പുള്ളി മിമിക് ചെയ്യാൻ പറ്റിയത്. അതായത് ഇത് ബിനോയ് എന്ന് പറഞ്ഞ പുള്ളി വേറൊരു മീറ്റിംഗിൽ അടിച്ചപ്പോ അവിടുത്തെ ഒരു ടോപ്പ് ഷോട്ട് ലേഡി പുതിയ കമ്പനിയിലോട്ട് പോകാൻ അറിയൂ പ്ലാനിങ് ടു ജോയിൻ മീ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചപ്പോ ഈ മെറ്റഫോറാണ് അവരെടുത്തു പറഞ്ഞത്. മനസ്സിലായ? അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ലെസൺ ആണ്. മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ നിങ്ങൾക്ക് കഥയൊന്നുമില്ല, നിങ്ങൾക്ക് മെറ്റഫോറിക്കലി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിഞ്ഞൂടാ. ഇപ്പൊ ബോളിവുഡ് ഡയലോഗ് അറിഞ്ഞൂടെങ്കിൽ ബാംഗ്ലൂർ പ്രാക്ടിക്കലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല ഒരു ലെവലിൽ കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പൊ അവിടെയൊക്കെയാണ് ഇതിനൊരു പ്രസക്തി ഉള്ളത്. ഓക്കെ, ശരത്ത് കണ്ടിന്യൂ ചെയ്യും. ഇല്ല, ഞാൻ ഇതാലോചിക്കായിരുന്നു. ഇപ്പോ അതായത് ഇൻഫൈനൈറ്റ് ഗെയിം ആണ് മറ്റേ സാറ് കളിക്കണേന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്തില്ല. അത് ഇവന്റ് ആണോ നെറേറ്റീവ് ആണോ? ശരിക്കും നെറേറ്റീവ് ബിൽഡ് ചെയ്താണോ ഓൺ ദ ഫ്ലൈ? അതെ. അത് എക്സ്പ്ലിസിറ്റ്, അത് അതായത് ഇംപ്ലിസിറ്റ് ആയിട്ട് കിടന്ന കാര്യങ്ങൾ എക്സ്പ്ലിസിറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതല്ല, എന്റെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ലൈഫ് ഈസ് നോട്ട് ആൻ ഇൻഫൈനൈറ്റ് ഗെയിം എന്നുള്ളത് എനിക്ക് എന്റെ ലൈഫിൽ കിട്ടിയത് ഈ ഹലോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ആളുടെ തന്നെ ബിന്നി വിയുടെ. ഓക്കെ, അങ്ങനെയല്ല. ലൈഫ് ഈസ് നോട്ട് എ സീറോ സം ഗെയിം എന്നാ പുള്ളി പറഞ്ഞു. ഓക്കെ, അപ്പൊ അതില് പക്ഷേ ഇൻഫൈനൈറ്റ് ഗെയിമിന്റെ കണികകൾ ഉണ്ട് അവിടെ. മനസ്സിലായില്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് സൈമൺ സിനക്കാണ് അതിനെ ചുറ്റിപ്പറ്റി ഇത് പറഞ്ഞേ. എന്തായാലും നമ്മുടെ ആ ടോക്ക് നിങ്ങൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നോ ഈ വിഷയത്തില്? ഡെഫിനറ്റ്ലി അത് ഉള്ളിലുണ്ടാവും കാര്യം. അത് ഞാൻ ഇപ്പുറത്തോട്ട് അഡാപ്റ്റ് ചെയ്തേ ഉണ്ടാവുള്ളൂ ചിലപ്പോ. അല്ല അതൊരു കാരണം നിങ്ങളത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ടോക്കിലോട്ട് കോറിലേറ്റ് ചെയ്ത്. ഈവൻ ദോ ഇത് ഞാൻ യൂസ് ചെയ്യണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ യൂസ് ദ സോഴ്സ് ലൂപ്പ്, വെൻ യു ഹിയർ ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റോറി, ഒരു ഫണ്ണി തിങ്. പക്ഷെ ആ റൈറ്റ് കോണ്ടെക്സ്റ്റിൽ അത് റീയൂസ് ചെയ്യുമ്പോഴാണ് അതിന് വാല്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരാൾക്ക് ലോങ് ടൈൽ എന്നുള്ള സാധനം പറഞ്ഞു കൊടുത്തു, ഫിനോമിന. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവില് 2 ടൈലിന്റെ സൈഡിലുള്ള ആ വാല്യൂ ഡിസ്ട്രിബ്യൂഷനാണ് ലോങ് ടൈൽ എന്ന് പറയുന്നത്. അത് പുള്ളി അത് ഒരാഴ്ച കഴിഞ്ഞപ്പോ ബഗ് ഫിക്സിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ അതെനിക്ക് തിരിച്ച് റിട്ടേൺ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി.
ഇവിടെ കിട്ടിയാ ഉം, ഉം. സി ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ഡൗൺ പ്ലേ ചെയ്യാം. കാരണം ഓട്ടോമേറ്റഡ് കാറിൽ ഔട്ട് ഓഫ് ദി 490 പ്രോബ്ലംസ് 71 സോൾവ് ചെയ്തിട്ടുള്ളൂ. 420 ലോങ് ടൈൽ ആണെന്ന് പറയാറുണ്ട്. ദേ റെയർലി ഒക്കെ എക്കണോമിക്കൽ ആൻഡ് എർഗണോമിക്കൽ അല്ല അത് സോൾവ് ചെയ്യാന്നുള്ളത്. പക്ഷേ ആസ് മുണ്ടൈൻ ആസ് എ ബഗ് ഫിക്സിന്റെ ഇടയിൽ ലോങ് ടൈൽ കൊണ്ടുവന്നപ്പോ ജനറേറ്റഡ് എ ന്യൂ വാല്യൂ. അപ്പൊ അത് ഉപയോഗിച്ചതിന്റെ ക്രിയേറ്റിവിറ്റി നമ്മൾ റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിൽ എല്ലാം നമുക്ക് ഒന്നായിട്ട് തോന്നും. കിട്ടിയാ അതെ യൂസ് ചെയ്യുന്ന ആൾ ഇന്റേണലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എവിഡന്റ് ആയിരിക്കും ഇങ്ങനത്തെ. അതെ അല്ല അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, എംപിരിക്കൽ ഗ്രൗണ്ടിങ് ഞാൻ ഇൻഡിപെൻഡന്റ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ശരത്ത് കൺസെപ്റ്റ് കോഡിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഉപയോഗിച്ചപ്പോ അതെനിക്ക് പുതിയതായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ശരത്ത് പറയും പോലത്തെ എന്ന് പറഞ്ഞത്. അത് രണ്ട് രീതിയിൽ എടുക്കാട്ടോ. അതായത് ഒന്ന്, എനിക്ക് കൺവിക്ഷൻ ഒന്നുമില്ല, തെറി വന്ന ശരത്തിന് കിട്ടട്ടെ. അല്ലെങ്കിൽ രാജീവ് മൽഹോത്ര പറഞ്ഞ അക്നോളജ് ദ സോഴ്സ്. അത് കിട്ടിയാ. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? മറ്റേ സെയിം ഐഡിയനെ പല രീതിയിൽ എൻസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഡിഫറെന്റ് റിസൾട്ട്സ് അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനൈറ്റ് മീം പൂളിൽ നിന്ന് അതെല്ലാം ഉണ്ടാക്കണേ. അപ്പൊ നമുക്ക് ഒരാള് ഒരു ഇൻസൈറ്റ് തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഫാക്ട് ആയിട്ട് എടുക്കാം. പക്ഷെ ആ ഫാക്ട് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ദെൻ യു ആർ ലൂസിങ് ദ സ്പിരിറ്റ് ഓഫ് ഹിസ് ഒബ്സർവേഷൻ. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ഹരി എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പൊ അയാള് പറഞ്ഞു, ഈ നിങ്ങളൊക്കെ പൊണ്ടാട്ടിക്കാണ് താലി എടുത്തേക്കണം, ഞാൻ ഉലകത്തൊക്കെ താലി കെട്ടിയ ആളാണ്. എനിക്കത് ഭയങ്കര ഒരു എന്നുവെച്ചാലേ ഒരു എലേഷൻ എനിക്കുണ്ടായ അങ്ങനെ ഒരു പോസിബിലിറ്റി ആലോചിച്ചില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞാല് നമ്മൾ ചിലപ്പോ ഒരു പർട്ടിക്കുലർ മൂഡിൽ നിൽക്കുമ്പോഴായിരിക്കും ആ യൂസേജ്. കാരണം അങ്ങനത്തെ ന്യൂവാൻസസ് റെക്കഗ്നൈസ് ചെയ്താലേ നിങ്ങൾക്ക് സ്റ്റോറീസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലേ? മനസ്സിലായാ? അതിപ്പോ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ ഇങ്ങനെ യാത്ര ചെയ്യാട്ടോ. അതായത് ഞാൻ കത്രുകുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടൂല സമയത്തിന്. അപ്പൊ നമ്മൾ ഈ ടെമ്പോ കയറി പോകും. അപ്പൊ ടെമ്പോ കയറുമ്പോ ഒരു പാട്ട് വെച്ചേക്കാം. ഞാൻ ഇങ്ങനെ തളർന്നിരിക്കട്ടോ, ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു ഉഗ്രം പാട്ട്, ഈ ലോകത്തെ സൃഷ്ടികെ പ്രീതി കാരണം. അതായത് ഈ ജൂഹി ചൗളയും രവീന്ദ്രനെ അഭിനയിച്ച പ്രേമലോക എന്നുള്ള സിനിമയിലെ പാട്ടാ. യേശുദാസ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ ഈ ലോകത്തെ സകല കാരണങ്ങൾക്കും, അതായത് ലവ് ആണെന്ന് എല്ലാത്തിന്റെയും റീസൺ. മനസ്സിലായില്ലേ? നമ്മളെല്ലാം ഉണ്ടാവുന്നത് ലവിന്റെ എന്താ പറയാ, ഈ അനന്തരം ഉണ്ടാവുന്ന സെക്ഷൽ ആക്ടിവിറ്റി എന്നാണല്ലോ. അതിനൊരു ഒരു പെട്ടെന്ന് ആ പാട്ട് നമ്മളെ റീജുനേറ്റ് ചെയ്ത്. അതേമാതിരി തന്നെ ഈ നിവിൻ പോളിയുടെ ഒരു സിനിമയില്ലേ പോലീസുകാരനായിട്ട് അഭിനയിച്ച, അതായിരുന്നു ആക്ഷൻ ഹീറോ ബിജു. അതിലൊരു സംസ്കൃത പാട്ടുണ്ടെന്ന് കേരളത്തിലെ പലരും പറഞ്ഞാൽ ഞാൻ പറഞ്ഞപ്പോഴാണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കള്, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പേ ഹരഹര തീവ്രം വീക്ഷണം നാദേ ഭാഷണം ഞാൻ നോക്കി കഴിഞ്ഞപ്പോ വേദാന്ത പദങ്ങൾ മാത്രം. മനസ്സിലായില്ലേ? നോക്കി കഴിഞ്ഞപ്പോ അത് സംസ്കൃത പാട്ടായിരുന്നു അത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ എന്താ പറയാ, അസന്ധിഗ്ധം കുറെ, അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ തന്നെ ഭയങ്കര ഇത് കിട്ടും. ഒരു പോലീസിനൊക്കെ അപ്പൊ നമ്മള് പലപ്പോഴും ഈ പലതിന്റെയും ന്യൂവാൻസ് ആ റൈറ്റ് കോണ്ടെക്സ്റ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈവൻ മുണ്ടൈൻ ഒബ്സർവേഷൻസ് ആൻഡ് സ്റ്റോറീസ് ക്യാൻ ടേക്ക് എ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ ഞാൻ പറഞ്ഞു. മനസ്സിലായ? പറഞ്ഞോളൂ. ഞാൻ ഇതിനെ വേറെ കോണ്ടെക്സ്റ്റിലാട്ടോ ഇതാക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ PCM-ന്റെ പറയാം. PCM-ല്
നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് PCM-ൽ കമ്പനിക്ക് ഒരു വിഷൻ ഉണ്ട്, കമ്പനിയുടെ കുറെ ആവശ്യങ്ങളുണ്ട്, കമ്പനിയുടെ ഇതുണ്ട്. അവിടുത്തെ IT പക്ക അതുമായിട്ട് അലയണ്ടല്ല, പക്ഷെ ITക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വിഷനും ഇല്ല. അപ്പൊ അതിന്റെ കുറെ കോൺഫ്ലിക്ട്സ് ഉണ്ട്. അപ്പൊ ശരിക്കും അവിടുത്തെ ലീഡിന് അതുപോലത്തെ ഒരു സംഭവം, ഒരു സ്റ്റോറി അവിടുത്തെ ഡെവലപ്പേഴ്സിനോട് പറയാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ പുള്ളിക്ക് പറ്റുന്നില്ല. ഐഡിയലി പറ്റണം എന്നാണ് എൻ്റെ ഒരു ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡയറക്ഷൻ ഉണ്ടാവും. ഈവൻ സ്റ്റാർട്ടപ്പിലും അതുപോലെയാണല്ലോ. അതായത് കമ്പനിയുടെ ഒരു ഡയറക്ഷൻ എല്ലാവരിലും എത്തണമല്ലോ, അവരുടെ ഭാഗമാണല്ലോ അത്. അല്ല അത് അതിനൊരു പ്രശ്നം ഇരിക്കുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ ലീഡർഷിപ്പ് കിട്ടിയാലുണ്ടല്ലോ ഷൈ അവേ ചെയ്യാൻ ചാൻസ് ഉണ്ട് ആൾക്കാർ. മനസ്സിലായില്ലേ? ഇപ്പൊ ലീഡർഷിപ്പിനൊരു റെസിപ്പി ഒന്നുമില്ല. യു ടേക്ക് ഇറ്റ്, ദെൻ വൺസ് യു റീച്ച് എ സർട്ടൺ പോയിന്റ്, ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ് യു ഗോട്ട് ഇറ്റ്. അപ്പൊ ഞാനൊരു ഇത് അപ്പൊ ഈ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാല് ഡൊമൈൻ നോളജിനോടൊരു താല്പര്യം മിക്ക സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനും ഇല്ല. കാരണം അത് ഇന്റർവ്യൂവിനൊന്നും അധികം ചോദിക്കൊന്നുമില്ല. അപ്പൊ ഇന്റർവ്യൂവിന് മാത്രമല്ല അണ്ണന്മാര് പഠിക്കുള്ളൂ. ഇവിടെ കിട്ടിയ അപ്പൊ ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ ഒരു ഇപ്പൊ എന്റെയൊക്കെ ലൈഫിൽ ഇപ്പൊ ഈവൻ ശരത്തിനും അതിപ്പോ എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഇവന്റ്സിനൊക്കെ പോകുന്നതിനൊരു ബെനിഫിറ്റ്. മനസ്സിലായില്ലേ? ഇപ്പൊ കമ്മ്യൂണിറ്റി ഇവന്റ്സിന് പോകാൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ സെഷൻസ് മിക്കവാറും 2 ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റീസിനെ പടവിടും. എന്നിട്ട് ഇത് ആരാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാറ്. ഇവിടെ കിട്ടിയ അതേമാതിരി ഓരോരുത്തർക്കും ഓരോ ഡിവൈസസ് ഉണ്ട്. ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു ADO.NET പ്രസന്റേഷൻ എടുത്ത് ഊരി പോകാൻ നോക്കുന്നവരല്ല കേട്ടോ. ഇപ്പൊ എനിക്ക് വേണ്ട ശരത്ത് ഞാനും കൂടി പോയൊരു സെഷൻ ഉണ്ട്. സാഗർ ഭൂപാലം എന്ന് പറയുന്നത് എനിക്ക് കോറിലേഷൻ അറിയാം, റിഗ്രഷൻ അറിയാം. അപ്പൊ കോറിലേഷൻ ഒരു ഇൻഹറന്റ്ലി ലീനിയർ ആക്ടിവിറ്റി ആണ്, അല്ലെ, ലീനിയർ ഫിനോമിനയാണെന്ന് അവനാണ് എന്റെ ലൈഫിൽ പറഞ്ഞത്. അത് മാത്രമല്ല ലീനിയർ റിഗ്രഷന്റെ റിസൾട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കോറിലേഷൻ ഉപയോഗിക്കുക എന്നുള്ളത് അവന്റെ ആ ടോക്കിൽ നിന്ന് ഇവിടെ കിട്ടിയ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഇവന്റ്സിന് പോകുമ്പോ ഓട്ടോമാറ്റിക്കലി സെയിം ഐഡിയ പ്രസന്റഡ് ഇൻ എ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്, ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് യു ക്യാൻ ഗെറ്റ് ഹുക്ഡ് ഓൺ ടു ഇറ്റ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ജിക്കു ജോസ് എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളി ഞാനും യൂണിവേഴ്സൽ ബേസിക് ഇൻകം അതിനെക്കുറിച്ച് പുള്ളി ഒരു ലെഫ്റ്റിസ്റ്റ് ഇതാണെന്ന് എനിക്ക് തോന്നി. ഞാനും പുള്ളി തമ്മിൽ എപ്പോഴും തർക്കം. അത് കഴിഞ്ഞിട്ട് കെന്നി ജേക്കബ് എന്ന് പറഞ്ഞ പുള്ളി ഈ ജിക്കു ജോസ് പറയുന്ന മിക്ക കാര്യങ്ങളും സ്റ്റേജിൽ നിന്ന് പറഞ്ഞു ചേർത്തെ അവിടെ എനിക്ക് തടയാൻ പറ്റൂല്ലോ, തർക്കിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. ഞാൻ മുഴുവൻ കേട്ടിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോ ജിക്കു ജോസ് പറഞ്ഞതിൽ കുറെ വാസ്തവമുണ്ട്. അപ്പൊ ഞാൻ ഇവന്റിൽ നിന്ന് ഓടി, ഞാൻ ആദ്യം തന്നെ ജിക്കുവിനെ വിളിച്ച് അപ്പോളജൈസ് ചെയ്ത് പല കാര്യങ്ങൾക്കും. മനസ്സിലായ? അപ്പൊ പലർക്കും സ്റ്റോറി പറയാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാല് സ്റ്റോറി കേൾക്കാനുള്ള ഇത് വേണ്ടേ. അപ്പൊ നിങ്ങൾ ഇവന്റുകൾക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റോറി കേൾക്കും. ഇവിടെ കിട്ടിയ അപ്പൊ അതൊരു ഫാക്ടറാണ്. അതായത് പിന്നെ ബ്ലോഗ് എഴുതുക. ഈ ബ്ലോഗ് എഴുതുമ്പോ മെയിൻ പ്രശ്നമുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് നമ്മുടെ വീക്ഷണങ്ങളൊന്നും നമ്മുടെ പേരിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. പ്രോക്സി റൈറ്റിംഗ് മാതിരിയൊക്കെ. അപ്പൊ പിന്നെ തേർഡ് പേഴ്സൺ പാസീവിലൊക്കെ എഴുതുമ്പോ സർട്ടൺ കോംപ്ലിക്കേറ്റഡ് വാക്കുകളൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനത് പറയുന്നതിന് പകരം ഞാനൊരു ബ്ലോഗ് വായിക്കട്ടെ അല്ലേ? ഞാൻ തന്നെ എഴുതിയതാ. ഞാൻ സ്ക്രീൻ ഷെയർ അല്ല ആണോ? ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഇപ്പൊ തരാം. അല്ല അത് ഈ
ഇത് ഞാൻ ഏപ്രിൽ 21, 2013 എഴുതിയ ഒരു ഐഡിയ. ഒരു 10 കൊല്ലേ. ഷെയർ ചെയ്യണോ അതോ വായിക്കണോ? ഷെയർ ചെയ്യണോ? ഷെയർ ചെയ്യാൻ വേണമെങ്കിൽ ഷെയർ അല്ല ചെയ്യാം. വായിച്ചാലും മതി. അല്ലല്ല, ഷെയർ ചെയ്യണുണ്ടോ ഷെയർ നേരത്തെ ചെയ്താൽ ചോദിച്ചോണ്ട്. നല്ലതായിരിക്കും. അത് ഞാനിപ്പോ വായിക്കുമ്പോൾ അധികം ബോറടിക്കും. മനസ്സിലായില്ലേ? ഉം. അതായത് സ്റ്റോറി അല്ല, ഈ എങ്ങനെ നമ്മള് നെറേറ്റീവ് ഉണ്ടാക്കണം എന്നതിനെ കുറിച്ച് ഒരു ആവശ്യമില്ലാത്തൊരു തമാശയാണ്. അല്ല, ഒരു ഇതാണ്. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഉം. ഡിഫിക്കൽട്ടി ഇൻ സെല്ലിംഗ് അബ്സ്ട്രാക്ട് ഐഡിയാസ് എന്നാണ് ഇതിൻ്റെ ഉള്ളിരിക്കുന്നത്. റീസെന്റ് എ ഫ്രണ്ട് ഓഫ് മൈൻഡ് റോട്ട് എ ഫ്രെയിംവർക്ക് ടു ഐസൊലേറ്റ് പ്രോബ്ലംസ് ഇൻ എ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം. കോണി എന്നൊരു ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമിൽ, അതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അത് അത്ര ഫോർസൈറ്റ് ഇല്ലാണ്ട് എഴുതിയ പ്ലാറ്റ്ഫോമാണ്. ബട്ട് നൺപ്ലസ് ഇറ്റ്സ് എ വർക്കിംഗ് പ്ലാറ്റ്ഫോം. അപ്പൊ അതില് പുള്ളി ഒരു ഫ്രെയിംവർക്ക് എഴുതി. പുള്ളിയാണ് അതിന്റെ മെയിൻ കോഡ് എഴുതിയതൊക്കെ. യൂസിങ് വെൽ നോൺ ഇഡിയംസ് ആൻഡ് പാറ്റേൺസ് ഹി റോട്ട് എ ഫ്രെയിംവർക്ക് ഇൻ ജാവാസ്ക്രിപ്റ്റ് വിച്ച് ഹെൽപ്ഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് കോൺസെൻട്രേറ്റ് ഓൺ ദർ പ്രൈമറി ടാസ്ക്. അതായത് ഈ എല്ലാ സർവീസ് കമ്പനിയിലും ഒരു 30 പേരുടെ പ്രോജക്റ്റിലൊക്കെ 3-4 സീനിയേഴ്സേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ജൂനിയേഴ്സ് ആയിരിക്കും, ഫ്രഷേഴ്സും ഒക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ സം കൈൻഡ് ഓഫ് എ ഫ്രെയിംവർക്ക് ഓറിയന്റഡ് ഡെവലപ്മെന്റ് മിക്ക ഡിഫിക്കൽട്ട് പ്രോജക്ട്സിലും ഉണ്ടാവാറുണ്ട്. The bunch of ideas and artifacts he produced helped the team, and some people encouraged him to evangelize the idea behind the framework across the institution. അപ്പം ഈ ഫ്രെയിംവർക്ക് കാരണം ജെന്യൂനും അവിടെ വാല്യൂ ജനറേറ്റ് ചെയ്തു. പുള്ളി ചെയ്തത് ഇത്രയേ ഉള്ളൂ. കോണി പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാ ഇവന്റ്സും പുള്ളി ഒരു സെൻട്രൽ ഡെസ്പാച്ചറിൽ പിടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പുള്ളി അത് കോൾ ബാക്ക് ആക്കി മാറ്റി. ഇതാണ് അതിന്റെ ക്രക്സ്. മനസ്സിലായില്ലേ? ഞാൻ അതുമേ എന്റെ റൂൾ എഞ്ചിനൊക്കെ പിടിപ്പിച്ച ഒരു വർക്കായിരുന്നു അത്. അപ്പോ he took the matter to concerned people and got a green flag. അപ്പൊ തലപ്പത്ത് പോയപ്പോ അവര് ഇത് ചെയ്തു, to elaborate ideas further. For the purpose, he was asked to prepare a document to give the rationale behind the idea. അപ്പൊ പുള്ളി ഒരു പ്രൊജക്റ്റിൽ ഒരു റിമാർക്കബിൾ ഫ്രെയിംവർക്ക് എഴുതി, അവിടെ വാല്യൂ ജനറേറ്റ് ആയി. അപ്പൊ അത് അക്രോസ് ദ ഓർഗനൈസേഷൻ കൊണ്ടുപോകാൻ വേണ്ടി ടോപ്പ് ബ്രാസ് സമ്മതിച്ച് പുള്ളി ഒരു ഡോക്യുമെന്റേഷൻ എഴുതി. അതിന്റെ അത് വെറ്റിയാൻ കൊടുക്കുമല്ലോ. അവിടെയാണ് പ്രശ്നം ഉണ്ടായി. Meticulously, he began to prepare a document which outlines his ideas. His framework consists of techniques like dynamic typing, prototype-based object-oriented programming, functional programming, MVVM, fluent interfaces, and code as data. ഇത്രയും ടെക്നിക്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ എഴുതണ്ടേ? പുള്ളി അത് എഴുതി. Most programmers around him could not comprehend the ideas as people have not evolved according to the trends in modern programming models. ഇത് 2013 ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഒക്കെ പണ്ടുപോലെ ഉണ്ടെങ്കിലും നോട്ട് ജെഎസിന്റെ ആവിർഭാവത്തിൽ ഉണ്ടായ ഒരു കോണ്ടെക്സ്റ്റ് അത്. ഇത് എഴുതുന്നതിന് ഒരു കൊല്ലം മുമ്പാണ് ഈ പ്രോജക്റ്റ് കാണുന്നത്. Java guys were stuck in 2005. C# guys in 2008. Some people program Java, C# VB in Ruby, Groovy. Most Java script guys are DOM tree champions. Bulk of these guys are from statically typed era as well. അപ്പൊ ഇത് ജാവാസ്ക്രിപ്റ്റിനെ ചുറ്റി പറ്റിയുള്ളതുകൊണ്ട് ഡൈനാമിക് ടൈപ്പിങ്ങിനെ കുറിച്ചും വലിയ ഐഡിയ ഇല്ല, ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഐഡിയ ഇല്ല. ഓരോരുത്തർ ഇപ്പൊ ജാവയില് ഈ പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. ഇനിയാണ് തമാശ. വൺസ് ദ ഡോക്യുമെന്റ് ഗോട്ട് പബ്ലിഷ്ഡ്, ദ ഐഡിയാസ് ഇഡിയം സഡൻലി ബിക്കേം എ ബേബി. ഒരു കോൺക്രീറ്റ് സാധനമായില്ലേ? സെറ്റ് ഓഫ് അബ്സ്ട്രാക്ട് ഐഡിയ ഫ്രെയിംവർക്കായിട്ട് പ്രൊജക്റ്റിൽ ഓടിയിട്ട് അതിന്റെ റാഷണലും മറ്റേതൊക്കെ അബ്സ്ട്രാക്ട് ഔട്ട് ചെയ്തിട്ട് സെല് ചെയ്യാൻ നോക്കിയതാ. Obviously, comparison loop got triggered in. The nose of the baby is not as good as Raj's baby. The baby has got stammer here and there. When there are other babies around, why we want one more? അതായത് ഫ്രെയിംവർക്ക് കുറെ ഉണ്ടല്ലോ, ഇതിനാണ് ഈ ഫ്രെയിംവർക്ക്, ഇങ്ങനത്തെ ആ ഫ്രെയിംവർക്കിന് ഈ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത് വന്നാൽ. അപ്പൊ the central idea he was trying to put forward was as follows. A guy who knows functional programming language can write a framework using closures, currying, and functional programming. If you also use functional composition and separation of concerns, one can emulate well-known idioms like MEVM. Business rule support is an automatic consequence of the design idiom. ഇതാണ് ആ ബിസിനസ് റൂൾ ഫ്രെയിംവർക്ക് ആണ് ഞാൻ എഴുതിയത്. ഇവിടെ എഴുതിയ ഇതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല്, I will metaphorically put the above as follows. ചതയം നാളിൽ ജനിച്ച ഒരു പുരുഷൻ രാത്രിയുടെ 7-ാം യാമത്തിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു മങ്കയെ പുൽപ്പായയിൽ ഒരാഴ്ച വേഴ്ച നടത്തിയാൽ നല്ലൊരു കുട്ടിയെ കിട്ടുമെന്ന് ഒരു ഉൽപ്രേക്ഷ തോന്നുന്നു. പുത്രകാമേഷ്ടി യോഗം നടത്തിയാൽ
കുഞ്ഞിന് ആരോഗ്യവും ദീർഘായുസ്സും വയ്ക്കും, നല്ല സൗന്ദര്യം ഉണ്ടാകും എന്നത് ഈ രീതിയുടെ സവിശേഷതയാവുന്നു. ഇതാണ് പറയുന്നത്. ഇവിടെ കിട്ടിയ അപ്പൊ in a institutional setup, things have to be put in a document and a POC has to be created. When a document and a POC is there, the abstract ideas like that of above suddenly takes a concrete shape. Sell your ideas with care, especially if it is a design idiom, practice toolkit or a framework. The people around will behave like elephant and blind man story. മനസ്സിലായില്ലേ? അപ്പം ഇത് ആ കമ്പനിയിലെ, അതായത് ഈ ഫ്രെയിംവർക്ക് എഴുതിയ പുള്ളിയുടെ ഐഡിയ ഈ മലയാളത്തിൽ എഴുതിയ മാതിരിയാ. ചതയം നാളിൽ ജനിച്ച ഒരു പുരുഷൻ രാത്രിയുടെ 7-ാം യാമത്തിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു മങ്കയെ പുൽപ്പായയിൽ ഒരാഴ്ച വേഴ്ച നടത്തിയാൽ നല്ലൊരു കുട്ടിയെ കിട്ടും എന്ന് ഒരു ഉൾപ്രേക്ഷ തോന്നുന്നു. അതായത് ഫ്രെയിംവർക്കിനെ കുറിച്ച് പ്രപ്പോസ് ചെയ്യണ പുള്ളി. പുത്രകാമേഷ്ടി യോഗം നടത്തിയാൽ കുഞ്ഞിന് ആരോഗ്യവും ദീർഘായുസ്സും വയ്ക്കും, നല്ല സൗന്ദര്യം ഉണ്ടാകും എന്നുള്ളത്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ് റൂൾസ് സപ്പോർട്ട് ഈസ് എ ഓട്ടോമാറ്റിക് കോൺസിക്വൻസ് ഓഫ് ഇതാണ് ഇതിനെ. അപ്പൊ ആക്ച്വലി ഇതൊരു തമാശയായിട്ട് തോന്നിയെങ്കിലും അത് ഇറ്റ് ഹിറ്റ് ദ ബുൾസൈ. മനസ്സിലായില്ലേ? അതായത് അപ്പൊ ഈ പലപ്പോഴും എന്താ പറയാ, അതിനെ ഞാൻ വിളിക്കുന്നത് നിഹിലിസ്റ്റിക് റിഡക്ഷനിസം എന്നാണ്. അതായത് ഒരു ലഘൂകരണം ഉണ്ട് ആൾക്കാരിൽ. അതിപ്പോ എൻടയർ ആർക്കിടെക്ചർ അല്ലേ, അത് 3 ടയർ ആർക്കിടെക്ചർ അല്ലേ, DSL അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, പ്ലഗിൻ മതി. ഇങ്ങനെ നിസ്സാരവൽക്കരിക്കണ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ എന്തൊരു വെച്ചാൽ നിങ്ങൾക്ക് പിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെയൊക്കെയാണ് ഇതിന്റെയൊക്കെ ഒരു ഇത് വരുന്നത്. മനസ്സിലായില്ലേ? അതിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യ, ഒരു പുള്ളി വന്ന ഒരു കമ്പനിയിൽ, പുള്ളി ഭയങ്കരമായിട്ട് സംസാരിക്കും. അപ്പൊ അതിന് കോഡ് ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നില്ല, പക്ഷെ പുള്ളിക്ക് അതിന്റെ ആശയമൊക്കെ ഉണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കൊരു എമ്പതി ഉണ്ട് പുള്ളിയോട്, പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവില്ലോ. അപ്പൊ ഈ പുള്ളി ശരിക്കും ഇന്റലക്ച്വൽ വയലൻസാ ചെയ്യണേ. അപ്പൊ പുള്ളി തള്ളാന്ന് പറഞ്ഞു, നമുക്ക് പരിചയമുള്ള ഒരു പുള്ളി. അപ്പൊ ഞാൻ പറഞ്ഞു അത് തള്ളല്ല, അത് ഭൗതിക കടന്നാക്രമണമാണ്. അതായത് ഇന്റലക്ച്വൽ വയലൻസ് ആന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ തള്ള എന്താന്ന് ചോദിച്ചേട്ടാ. അങ്ങനെയാണ് ഞാൻ ആ തള്ളിന്റെ നിർവചനം ഓർമ്മയുണ്ടോ? അതായത് അതിൽ ഞാൻ ഒരു വാക്ക് പിൽക്കാലത്ത് ചേർത്തു. ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞതാണ് ഈ കാൽപ്പനികം എന്നുള്ളത്, ഞാൻ പിന്നെ ചേർത്താണ്. പക്ഷെ ബാക്കിയുള്ളൊക്കെ ഒറ്റയടിക്ക് ആ ഫ്രസ്ട്രേഷനിൽ പറഞ്ഞ ഞാൻ ടേബിളൊക്കെ തള്ളുകള്ളി. അപ്പൊ ഞാൻ പറഞ്ഞ മറ്റേ എന്താ പറയാ, ഏതെങ്കിലും ഒരു കാൽപ്പനിക കാര്യത്തെക്കുറിച്ച് ആഗമന നിഗമന അഭ്യൂഹന ദോഷങ്ങളില്ലാതെ കർത്താവിനും ശ്രോതാവിനും സദസ്സിനും സാധുതയോ സംഭവ്യതയോ ഉപമയോ ഉൽപ്രേക്ഷയോ ജനിപ്പിക്കാൻ ഉതകും വിധം നൽകുന്ന ജൽപ്പനങ്ങളെയാണ് തള്ളുന്നത്. അപ്പൊ അതില് ഏതെങ്കിലും ഒരു കാൽപ്പനിക കാര്യം, ആ കാൽപ്പനികമാണ് ഞാൻ പിന്നെ ചേർത്തത്, അല്ലെങ്കിൽ അസംബന്ധം പറയുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു കാൽപ്പനിക കാര്യത്തെക്കുറിച്ച്, ഹൈപ്പോത്തറ്റിക്കൽ എന്നാണ് കാൽപ്പനികം, മനസ്സിലായില്ലേ? കാൽപ്പനികമായ കാര്യത്തെക്കുറിച്ച് ആഗമന നിഗമന അഭ്യൂഹന ദോഷങ്ങളില്ലാതെ. ആഗമനം മീൻസ് ഇൻഡക്ഷൻ, നിഗമനം മീൻസ് ഡിഡക്ഷൻ, അഭ്യൂഹനം മീൻസ് അബ്ഡക്ഷൻ. ഇൻഡക്ഷൻ, ഡിഡക്ഷൻ, അബ്ഡക്ഷൻ ചേർന്നതാണ് ഇൻഫറൻസ് അഥവാ അനുമാനം. അപ്പൊ ആഗമന നിഗമന അഭ്യൂഹന ദോഷങ്ങളില്ലാതെ കർത്താവിനും, അതായത് ആരാണോ പറയുന്നത്, ശ്രോതാവിനും, ആരാണോ കേൾക്കുന്നത്, സദസ്സിനും, ചുറ്റുമുള്ളവർക്ക്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ടേം കോയിൻ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ബിയോട് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിയോടല്ല സംസാരിക്കുന്നത്, ചിലപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരോടായിരിക്കും. ഷോർട്ട് കാസ്റ്റിംഗ് എന്നതിനെ വിളിക്കുന്നത്, ബ്രോഡ്കാസ്റ്റിംഗ് മാതിരി. അപ്പൊ സദസ്സും ഉണ്ടാവും അവിടെ. അപ്പൊ മറ്റേ കർത്താവിനും ശ്രോതാവിനും സദസ്സിനും സാധുത മീൻസ് പ്ലോസിബിലിറ്റി, സംഭവ്യത മീൻസ് പ്രോബബിലിറ്റി, ഉപമ മീൻസ് അനോളജി ഓർ കമ്പാരിസൺ, ഉൽപ്രേക്ഷ മീൻസ് എ മൈൽഡ് ഫോം ഓഫ് കൺഫ്യൂഷൻ. അത് ഇവോക്ക് ചെയ്യുന്ന അട്ടറൻസസിനെയാണ് തള്ളെന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ആ തള്ളിന്റെ ഡെഫിനിഷൻ കിട്ടിയത്. അപ്പൊ ഇതൊന്നും എനിക്ക് മലയാളം ഒന്നും മര്യാദയ്ക്ക് അറിയാത്ത സമയത്താട്ടോ പിന്നെ വേദാന്തം ഓടിച്ചപ്പോൾ ഇത് കുറച്ചും കൂടി ഇതാക്കാൻ പറ്റും. ഇത് അന്നത്തെ ഒരു ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ചില കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂല, ആൾക്കാര് റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഇപ്പൊ ഇങ്ങനെ രൂപാത്മകമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വിളിച്ചതാ. പറയണ്ട്
So what is your thoughts? ഇത് അങ്ങേര് അത്രയും 9 മാസം എടുത്ത് വർക്ക് ചെയ്ത് വാല്യൂ ജനറേറ്റ് ചെയ്ത ഫ്രെയിംവർക്കിനെ ആൾക്കാർ കൊച്ചാക്കിയപ്പോ ഞാൻ എഴുതിയതാ. അതില് പക്ഷെ ഒരു പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ഫ്രെയിംവർക്ക് ഇപ്പൊ എന്റെ കമ്പനിയിൽ ഒരു ഫ്രെയിംവർക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഇപ്പൊ അത് കമ്പനിയുടെ സൈസ് അനുസരിച്ച് കേട്ടോ. ഇപ്പൊ PCM കൊണ്ടുവരുവാണെന്ന് വെച്ചോ, PCM കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ റെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് പിന്നെ പുതിയ വന്ന ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ലേണിംഗ് ഉള്ള സംഭവമാണല്ലോ. അഡീഷണൽ ഒരു സാധനം പഠിക്കണമല്ലോ. അതെന്തോരം കോംപ്ലക്സ് ആണെന്നുള്ളതനുസരിച്ചിട്ട് അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവില്ലേ. അതായത് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും എന്ത് കിട്ടിയാലും ചെയ്യാവുന്ന ഒരു ഡെവലപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ആണ്. പക്ഷെ അങ്ങനത്തെ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണല്ലോ. ഇല്ല, അവിടെയാണ് ഫ്രെയിംവർക്കിന്റെ ആവശ്യം. ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്ട്രിങ് ലോഗ് ചെയ്യാം, 10 ഓപ്ഷൻ ഉണ്ടാവും. ഇനി പോട്ടെ, സ്ട്രിങ് സബ് സ്ട്രിങ് എടുക്കുക, അതിൽ തന്നെ പല ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോ ഒരു പ്ലാറ്റ്ഫോമിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉള്ളപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഒരു ഫ്രെയിംവർക്ക് ഉള്ളത് നല്ലതാണ്. ആ ഫ്രെയിംവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു എന്റർപ്രൈസ് ആർക്കിടെക്ചർ ഗ്രൂപ്പിനുള്ള ബജറ്റ് ഉണ്ടാവണമെന്നില്ല. അതെ, ആ ഒരു ലെവലിലുള്ള കമ്പനി ആണെങ്കിൽ കുഴപ്പമില്ല. അത് സൈസായിട്ട് ബന്ധമില്ല. അതൊരു ഞാൻ പറയട്ടെ, IT-യിൽ 4 തരം കമ്പനികളാണ്. IT ആസ് എ അസറ്റ് അല്ല, IT ആസ് എ അസറ്റ് അല്ല, IT ആസ് എ കോസ്റ്റ് സെന്റർ, IT ആസ് എ അസറ്റ്, IT ആസ് എ മറ്റേ എനേബിളർ, IT ആസ് എ ഡ്രൈവർ. IT ആസ് എ എനേബിളർ ആൻഡ് ഡ്രൈവറിൽ അങ്ങനത്തെ ഫ്രെയിംവർക്ക് കൊണ്ട് ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? ഉറപ്പായിട്ട്. കാരണം ഇപ്പൊ ഞാൻ അതിന്റെ ഒരു ഗുഡ് എക്സാമ്പിൾ ഇൻവെസ്റ്റ്നെറ്റിനെ ഞാൻ കാണുന്നു. മനസ്സിലായില്ലേ? കാരണം ഞാൻ അവരുടെ ഫ്രെയിംവർക്കിന്റെ ഒരു ഓണർ വരുന്നു 2 കൊല്ലം. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ EAGയുടെ പ്രൈമറി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയിരുന്നു. അപ്പൊ മെയിൻ പ്രോബ്ലം ഉണ്ട്, അതായത് മിക്ക ഡെവലപ്പേഴ്സിനും ഫ്രീഡം വേണം. അപ്പൊ ഫ്രെയിംവർക്ക് ബേസ്ഡ് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ ഫ്രീഡം ഉണ്ടാവില്ല. ബട്ട് ഇൻസ്റ്റന്റ് സ്റ്റെബിലിറ്റി ഉണ്ടാവും. പിന്നെ അതൊരു റിപ്പോർട്ടിംഗ് സ്വഭാവമുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പൊ അവിടെ അധികം കലാപരിപാടികളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ ഫ്രെയിംവർക്ക് യൂസ് ടു ഹാൻഡിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റഫ്. അപ്പൊ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഫ്രെയിംവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അപ്ഡേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. സോഫ്റ്റ്വെയർ പെട്ടെന്ന് ഫ്രെയിംവർക്ക് മാറ്റാനും പറ്റുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ചില കമ്പനികളിൽ അങ്ങനെ ആ ഓവർ ഹെഡ് കോസ്റ്റ് എടുക്കാൻ പറ്റിയ ബജറ്റ് സാധൂകരിച്ചില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് അറിയാം. ഇപ്പൊ സ്പ്രിങ് ഒരു കിടിലൻ ഫ്രെയിംവർക്ക് തന്നെയാണ്, ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് തന്നെയാണ്. പക്ഷെ ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ങിന്റെ മിക്കവാറും അതിന്റെ പാക്കേജിങ് മെക്കാനിസം സ്പ്രിങ് റെസ്റ്റോ അല്ലെങ്കിൽ മറ്റേ സ്പ്രിങ് MVCയോ അങ്ങനെ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ആൾക്കാരുടെ പറഞ്ഞ മീഡിയേറ്റർ പാറ്റേൺ അല്ലെങ്കിൽ ഒരു കസ്റ്റം ഡെസ്പാച്ചർ വെച്ചിട്ട് പരമാവധി ഹോം ഗ്രോൺ ഫ്രെയിംവർക്ക് വെച്ചിട്ട് കോഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങളുടെ എൻജിൻസ് കുറച്ചും കൂടി എന്താ പറയാ, സ്പ്രിങ് ആയിട്ട് ഡിപ്പെൻഡൻസി കുറയും. പക്ഷേ സ്പ്രിങ്ങിന്റെ മറ്റേ ഈ അനോട്ടേഷൻ കപ്പാസിറ്റിയും മറ്റേ ഡിപ്പെൻഡൻസി ഇൻജക്ഷൻ കപ്പാസിറ്റി ഇത് ചെയ്യാൻ വേണ്ടി അവരെല്ലാം അത് ആപ്ലിക്കേഷൻ ലോജിക്കിലോട്ട് കൊണ്ടുവരും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നാളെ പല കോണ്ടെക്സ്റ്റിലും നമ്മൾ പോയി സ്പ്രിങ് പല രീതിയിലൊക്കെ ഇനിഷ്യലൈസ് ചെയ്യണം. അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. റെഡിയാ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ശരത്ത് എഴുതിയേക്കുന്ന ഒരു ഡിപ്പെൻഡൻസി ഇൻജക്ഷൻ കണ്ടെയ്നർ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗുഡ് ഫോർ മോസ്റ്റ് ഓഫ് ദി വർക്ക് ഫോർ സോഫ്റ്റ്വെയർ കമ്പനി. അപ്പൊ അതിന്റെ കോഡ് ഫോർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്പറിന് അത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നുള്ളൂ. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് ഇപ്പൊ എന്താ വെച്ചാൽ ആൾക്കാർക്ക് റെസ്യൂം ബെറ്റർ ആക്കി കൊടുക്കുന്നതാണ് മിക്ക സ്ഥലത്ത് നടക്കുന്നത്. അല്ലാണ്ട് അവിടെ ആക്ച്വൽ ഡെവലപ്മെന്റ് വർക്ക് നടക്കൂല. ചെറുതിന്റെ തൊടെന്തായാലും അതെ അതെ, അതായത് നമ്മള് മറ്റേ ഇന്റർഫേസസിനെ ചുറ്റിപ്പറ്റിയായിരിക്കണം തോട്ട് പോകേണ്ടത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു സ്ട്രക്ചറിങ് പ്രിൻസിപ്പിൾ വേണം അവിടെ ഈ മിക്ക സ്ഥലത്തും. അപ്പൊ അത് നമ്മുടെ തന്നെ അബ്സ്ട്രാക്ഷൻസ് ആവുന്നതായിരിക്കും ഓൾവേസ് ഐഡിയൽ മാനേജ് ചെയ്യാനായിട്ട്.
പക്ഷെ അവിടെ ഒരു ക്രിട്ടിക്കൽ പീസ് ഓഫ് ആൾക്കാർക്ക് ഒരു പ്രബുദ്ധത വേണം, അല്ലെങ്കിൽ ഇതെന്തിനാന്ന് കഴിയും. മനസ്സിലായില്ലേ? അതെ 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 അല്ല, അത് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്പ്രിങ്ങിന് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് പക്ഷെ വേറെ ഉണ്ട്. ഇപ്പൊ ജാവ ലിറ്ററേച്ചറിലെ ലാലെ റെസ്റ്റ് സോപ്പിനെയൊക്കെ ഫ്രണ്ട് എൻഡ് എന്നാ വിളിക്കണത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു എഞ്ചിൻ പെർസ്പെക്റ്റീവിൽ നോക്കിയേ, എഞ്ചിന്റെ ഫ്രണ്ടിലാണ് ഇത് വരുന്നത്. ഇതൊരു വെബ് ഒരു ഡെലിവറി മെക്കാനിസം ആണ് ശരിക്കും, അല്ലേ? അപ്പൊ റെസ്റ്റും ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളർ പ്രസന്റേഷൻ ടയർ തിങ്സ് അത്. അപ്പൊ എന്തിനാണ് അത് കോർ ഡൊമൈനിലോട്ടൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് എന്നുള്ള ചോദ്യം ഉണ്ട് അവിടെ. പക്ഷെ അത് നിങ്ങൾ പ്രൊവൈഡർ ടു മറ്റേ കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ വേൾഡ് കാണണം. അപ്പൊ നമ്മുടെ നാട്ടിൽ മിക്ക വർക്കും ഏറ്റവും വലിയ മട്ടത്തിനാണ് പറഞ്ഞുതരാം. എക്സാമിന് പഠിക്കും, സോപ്പ് പഠിക്കും, അതിനെ പഠിക്കണം. ഇപ്പൊ ആരുമില്ല, എല്ലാം റെസ്റ്റ് ആയില്ലേ. അത് ശരിക്കും കാണിക്കുന്നത് എന്താ അറിയാമല്ലോ അല്ലെ, ഇവൻ എന്റർപ്രൈസ് അപ്ലിക്കേഷനിൽ വർക്ക് ചെയ്തിട്ടില്ല, വെബ് ഫ്രണ്ട് എൻഡ് ഫോർ എന്റർപ്രൈസ് സിസ്റ്റംസേ വർക്ക് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ ഈ B2B സിനാറിയോയില് ഇപ്പോഴും സോപ്പ് എക്സ്റ്റൻസീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വേറെ കണ്ടിട്ടുണ്ട്, സോപ്പിലുള്ള കണ്ടന്റ് base64 ചെയ്തിട്ട് റെസ്റ്റ് കണ്ടന്റ് ആയിട്ട് മറ്റേ ഇന്റഗ്രേഷൻ പ്ലാറ്റ്ഫോം വഴി ഇപ്പുറത്ത് എത്തിച്ചിട്ട് ഡീകോഡ് ചെയ്തിട്ട് പിന്നെ സോപ്പാക്കും. ശരത്ത് ഏതാണ്ട് അങ്ങനത്തെ ഒരു പ്രോജക്റ്റിലല്ലേ സോപ്പിൽ നിന്ന് റെസ്റ്റ് ആക്കാൻ അത് പോയത് പണ്ട് 10 കൊല്ലം മുമ്പ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാനിപ്പോഴും പറയണ ഇതില്ല അല്ല. അതെ വേറെ സംഭവം ചോദിക്കട്ടെ. ഒരു ഫ്രെയിംവർക്ക് ചെയ്യാമെന്നുള്ളൊരു സംഭവം വന്നു എന്ന് വെക്കാം. പക്ഷെ ആ ഫ്രെയിംവർക്ക് പ്രപ്പോസ് ചെയ്തിട്ട് അതിന്റെ കോസ്റ്റിനാ, അതിന്റെ ഡെവലപ്മെന്റിനും മെയിൻ്റെനൻസിനും എന്ന കോസ്റ്റ് എങ്ങനെയാ ജസ്റ്റിഫൈ ചെയ്യാം? അല്ല, കോസ്റ്റ് അല്ല, അവിടെ ജസ്റ്റിഫിക്കേഷന് കോണ്ടെക്സ്റ്റ് ഉണ്ട്. അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, അതിപ്പോ വേറെ പ്രശ്നമുണ്ട്. അതൊരു ഫിലോസഫിയുടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ഡെവലപ്മെന്റ് കോർ കൺസേൺ ഫസ്റ്റ് ആണോ, ക്രോസ് കട്ടിംഗ് കൺസേൺ ആണോ ഫസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്? അത് കോർ കൺസേൺ ആയിരിക്കില്ലേ? അല്ല, അവിടെയാണ് അതിന്റെ പ്രശ്നം. കാരണം കോർ കൺസേൺ കണ്ടിട്ട് നിങ്ങൾ മറ്റേ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ക്രോസ് കട്ടിംഗ് കൺസേൺ ഹാൻഡിൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കേറൂല അവിടെ ഇവിടെ നിന്ന്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനൊക്കെ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു 4 രീതിയിലെ സോഫ്റ്റ്വെയർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള 5 രീതിയിൽ. അതായത് പ്ലഗിൻ, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, DSL, കണക്ടർ, ബ്രിഡ്ജ്. ഓക്കെ, അതുണ്ടാവും. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി 4 രീതിയിലുള്ള മെത്തേഡ് ഉണ്ട്. അതായത് ഫയൽ ബേസ്ഡ്, മറ്റേ റിസോഴ്സ് സ്റ്റാർ അഥവാ ഡാറ്റാബേസ് മെയിൻലി. ഓക്കെ, ഈവൺ ഇമെയിൽ ആവാം. പിന്നെ മറ്റേ പോയിന്റ് ടു പോയിന്റ്, അതായത് റെസ്റ്റ് സോപ്പ്, പിന്നെ അസിൻക്രോണസ് മെസ്സേജിങ്. അപ്പൊ ഇതിനുള്ള കോഡ് ഇൻഫ്രാസ്ട്രക്ചർ ലെയറിൽ അവിടെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഈ അതിന് പേരുണ്ടെന്ന് എനിക്കറിയില്ല, മൈക്രോ കേർണൽ ആർക്കിടെക്ചറിലാണ് ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാറുള്ളത്. അതിപ്പോ മൈക്രോ സർവീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വൈഫ് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ 4 മൈക്രോ സർവീസ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു പുതിയൊരാൾ വന്നു, പുള്ളി കറക്റ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്തു നമുക്ക് പൈപ്പ് ലൈൻ റീയൂസ് ചെയ്ത് വിടുന്നത്. ഇപ്പൊ അവിടെ നടക്കാൻ എന്താ ചേർത്തെ, 4 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ 4 പൈപ്പ് ലൈനാ ചേർത്തെ. അത് ഡിപ്ലോയ്മെന്റ് ലെവലിലല്ല അത് ചെയ്യേണ്ടത്, ഡെവലപ്മെന്റ് ലൈനിൽ 4 വേണോ? ലാലിന് പിടി കിട്ടിയ അപ്പോ അവിടെ ഫ്രെയിംവർക്കിന് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അതിനൊരു അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും, അല്ല അതിന് ഞാൻ പറയട്ടെ, ഓസ്ട്രേലിയ ഒരു ബാങ്ക് ഉണ്ട്, സ്റ്റേറ്റ് സ്ട്രീറ്റ് ബാങ്ക്. ദേ ഹാവ് ഡൺ ഇറ്റ് വെൽ. ഇതിപ്പോ എന്ന് വെച്ചാല് ലാല് പറയുന്നത് അജയ് പറഞ്ഞു. അവിടെ നറേറ്റീവ്സ് വേണ്ടത് ശരിക്കും അതെ. ഓക്കെ, അല്ല അത് ഇൻസിഡന്റ് കറക്റ്റ്, യു റൈറ്റ്ലി പോയിന്റഡ് ഔട്ട്. അതായത് ഓസ്ട്രേലിയയിലെ സ്റ്റേറ്റ് സ്ട്രീറ്റ് ബാങ്ക് അവര് ഏത് പ്രൊജക്ടിന്റെ ഫസ്റ്റ് 6 വീക്സ് വാട്ടർഫോളില് ചെയ്യുന്നു. എന്നിട്ട് അവര് കീ ടെക്നോളജിയും വെർച്വൽ മെഷീൻസ് എല്ലാം ബേക്ക് ചെയ്ത് വെക്കും. എന്നിട്ടാണ് അവർ അജൈൽ ഡെവലപ്മെന്റ് മോഡൽ കയറുന്നത്. അപ്പൊ അവിടെ ആലോചിച്ചോ, ക്രോസ് കട്ടിംഗ് കൺസേൺ ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ? ദേ ഹാവ് ഡൺ ഇറ്റ് റിയലി വെൽ. അതിന് മുമ്പൊക്കെ ഈ അജൈൽ ഒരു പ്രശ്നമാണ്. ഈ അജൈൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബ്രിട്ടനിലെ കുറെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അമേരിക്കയിൽ പോയിട്ടുണ്ടാക്കിയ ഒരു കുത്തിക്കഴപ്പാണ് ഒരു കണക്കിന്. ഓക്കെ, അതായത് അവര് പറഞ്ഞ എന്താ, ബിസിനസിനോട് നിങ്ങളുടെ ഡൊമൈൻ എക്സ്പെർട്ടൈസും ഞങ്ങളുടെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ
iteratively സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഏബിൾ ടു ഡെവലപ്പ് ബെറ്റർ സോഫ്റ്റ്വെയർ. ഇറ്റ് ലുക്സ് ഫൈൻ. പക്ഷെ അതിനൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ബിസിനസ്സുകാർ ബിസിനസിനെ കുറിച്ച് അറിയാമെന്നും ടെക്നോളജി ആൾക്കാർക്ക് ടെക്നോളജി അറിയാവുന്നതുണ്ടായിരുന്നു. അത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനീസ് പറഞ്ഞ് ഞങ്ങളും അങ്ങനെയാന്ന് പറഞ്ഞു. ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനീസിനെ ഒതുക്കാൻ വേണ്ടി ചെയ്തതാ. പ്രൊജക്ട് ഓവറായിട്ട് കുറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മൂവ്മെന്റ് ഈ എന്താ പറയാ മറ്റേ ഈ പക്ഷിശാസ്ത്രം ഓർണിത്തോളജിസ്റ്റ് പഠിച്ച പക്ഷികൾക്ക് ഗുണമില്ല എന്ന് പറയും. പക്ഷേ അത് പക്ഷിശാസ്ത്രത്തിന്റെ കേസിലാ. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പ്രൊഫസേഴ്സ് പഠിപ്പിച്ചപ്പോ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് പ്രൊഫസേഴ്സിന്റെ ലാംഗ്വേജ് ഉപയോഗിച്ച് ഇവിടെ കിട്ടിയ അതേമാതിരി ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനീസിന്റെ പ്രൊജക്ട് മാനേജ്മെന്റ് ലിങ്ക് ഇവര് പഠിച്ചപ്പോ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനീസും അജയലായി. പിന്നെ ടൂൾസ് ഇറക്കി കുറെ മൂവ്മെന്റ്സ് വന്നപ്പോ ഇത് ലെജിറ്റിമൈസ്ഡ് ഡെവലപ്മെന്റ് മോഡലായി. ഇപ്പൊ ഇത് ലെജിറ്റിമൈസ്ഡ് ഡെവലപ്മെന്റ് മോഡലായി. അപ്പൊ എന്ത് പറ്റി? ഈ ഫീച്ചർ ഇങ്ങനെ കൊടുക്കുമ്പോ കോർ കൺസേൺ ആയി ഇമ്പോർട്ടൻസ്, ക്രോസ് കട്ടിങ് കൺസേൺ ഇവൻച്വലി ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു എന്താ പറയാ ഒരു ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചറൽ കൊഹിറൻസ് ഉള്ള പ്രൊജക്ട്സിൽ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഐ ആർട്ടിക്കുലേറ്റ് ഫോർ ഇറ്റ്. എല്ലായിടത്തും സക്സസ് കിട്ടാറില്ല. ബട്ട് മോസ്റ്റ് ഓഫ് എന്താ പറയാ ഐ വാസ് ഏബിൾ ടു അച്ചീവ് മോർ ജസ്റ്റ് ബിക്കോസ് എന്താ കാര്യം ക്രോസ് കട്ടിങ് കൺസേൺ ആദ്യം ഹാൻഡിൽ ചെയ്തു. അപ്പൊ പ്രശ്നം എന്താ വെച്ചാല് അത് ഒരു പൊളിറ്റിക്കൽ വില്ല് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിന് അധികാര സമാഹരണം നടത്തണം. അപ്പൊ പൊളിറ്റിക്കൽ അതിനുള്ള മാൻഡേറ്റ് അവിടെ നിന്നുണ്ട്. അതിനാണ് നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് ബസ് ഉണ്ടാക്കേണ്ടതും സ്റ്റോറീസ് ഉണ്ടാക്കാനും നിങ്ങൾ വട്ട് എവർ യു ആർ ഡൺ ഉള്ളത് പറയാനും ബ്ലോഗ് എഴുതാനും ഒക്കെ തയ്യാറാവുന്നു. മനസ്സിലായില്ലേ? അല്ലേ? അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ശരത് പറഞ്ഞ നേരത്തെ പോയിന്റ് ആണ്. കാരണം ഇപ്പൊ സ്റ്റേറ്റ് സ്ട്രീറ്റ് ബാങ്കിന്റെ എക്സാമ്പിൾ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരു ഒരു കിടലൻ സ്റ്റോറി ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായില്ലേ? അല്ല പിന്നെ ഈ മറ്റേ സ്ട്രാറ്റജിക് വിഷൻ റിയലൈസ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ടെക്നോളജിക്കൽ സ്ട്രാറ്റജി ഇന്നതാണെന്നുള്ളത് പുഷ് ചെയ്യാനായിട്ട് വേണം, ആൾക്കാർ വേണം. അല്ലെങ്കിൽ തോന്നിയ പോലെ സ്പെഗറ്റി കൂടെ ആയിരിക്കും അവസാനം. അല്ല അത് ലാലേ ഇതിന്റെ ഉള്ളിലേ ശരത്തെ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഉള്ളിൽ ഇപ്പൊ ഡെവലപ്മെന്റ് മോഡൽ തന്നെ ഈ ഇടയ്ക്ക് 7 or 8 ലെവലുണ്ട്. അതായത് ലൈബ്രറി എഴുതുക എന്നുള്ളത് സോഫ്റ്റ്വെയറിൽ ഒരു സെറ്റപ്പ്. അതിന് വേറൊരു ടൈപ്പ് ഓഫ് വിഷനും മറ്റെല്ലാം വേണ്ട. ടൂൾ കിറ്റ്സ് എഴുതാന്ന് പറയും. ഡിഫറെന്റ് ലൈബ്രറീസ് എൻസംബിൾ ചെയ്ത് ടൂൾ കിറ്റ് എഴുതാം. പല ടൂൾ കിറ്റ്സ് ഒരു പ്രോഗ്രാമിംഗ് മോഡൽ ഇമ്പോസ് ചെയ്യുമ്പോൾ അത് ഫ്രെയിംവർക്ക് ആവും. പല ഫ്രെയിംവർക്ക്സ് എൻസംബിൾ ചെയ്തിട്ട് മറ്റേ ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് എഞ്ചിനാവും. പല എഞ്ചിൻസ് ക്രോസ് കട്ടിങ് കൺസേണും കൂടി വീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലാറ്റ്ഫോം ആവും. പ്ലാറ്റ്ഫോമിന് മുകളിൽ ഡൊമൈൻ എൻറ്റിറ്റീസ് പ്രോസസ്സും ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റ് ആവും. പ്രൊഡക്റ്റിനെ ചുറ്റിപ്പറ്റി കൺസൾട്ടിങ് ചെയ്ത് സർവീസസ് എൻസംബിൾ ചെയ്ത് സൊല്യൂഷൻ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ സൊല്യൂഷൻ എവിടെ അത് ഡെവലപ്മെന്റ് കൂട്ടുണ്ടാവും. സർവീസസ് അല്ല മറ്റേ കൺസൾട്ടിങ് വിട്. സർവീസസ്, സൊല്യൂഷൻ, ആപ്ലിക്കേഷൻ, പ്രോഡക്റ്റ്, പ്ലാറ്റ്ഫോം, എൻജിൻ, ഫ്രെയിംവർക്ക്, ടൂൾ കിറ്റ്, ലൈബ്രറി. അപ്പൊ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9 types ഓഫ് ഡെവലപ്മെന്റ് മോഡൽസ് ഉണ്ട് അല്ലെ? മിക്ക ASP അപ്ലിക്കേഷൻ സർവീസ് പ്രൊവൈഡറോ സാസ് ഡൊമൈനിൽ ഈ 9 ഉണ്ട് എന്നുള്ളതാണ് തമാശ. പക്ഷെ ഒറ്റ മൈൻഡ് സെറ്റിൽ അത് ഡെവലപ്പ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ലൈബ്രറി ആ ഒരു പ്ലാറ്റ്ഫോം വരെയുള്ളത് ഒരു സെറ്റ്, പ്രൊഡക്റ്റ് ഒരു ഇൻഡിപെൻഡന്റ് തിങ്, അതിന്റെ മുകളിൽ വർക്ക് ഫ്ലോവും മറ്റേത് വെച്ച അപ്ലിക്കേഷൻ. അതായത് അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനിക്ക് തന്നെ 3 ലെയറിലെ ഡെവലപ്മെന്റ് വേണം. അതായത് പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് പ്രോപ്പർ, വിത്ത് ഓർ വിതൗട്ട് എ പ്ലാറ്റ്ഫോം. വിത്തൗട്ട് എ പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഇംപ്ലിസിറ്റ്ലി ഒരു പ്ലാറ്റ്ഫോം ഇവോൾവ് ചെയ്ത് വരുവാണ്. പിന്നെ മറ്റേ അതിനെ ചുറ്റിപ്പറ്റി സർവീസസ്, സൊല്യൂഷൻസ്, വർക്ക് ഫ്ലോ, പിന്നെ സൈറ്റ് ലെവൽ കസ്റ്റമൈസേഷൻ, പ്രൊഫഷണൽ സർവീസ് ഒക്കെ വരും. അപ്പൊ അങ്ങനെ 3 ലെയറിൽ ഇത് ഡിസൈൻ ചെയ്താലേ ശരിയാവുള്ളൂ. പക്ഷെ അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് ഫ്രെയിംവർക്കിന്റെയും അതിന്റെയൊക്കെ വാല്യൂ ജനറേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് നല്ല സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ്. മനസ്സിലായില്ലേ? അതാണ് എന്റെ ഒരു പോയിന്റ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് മേ ബി ഇപ്പൊ ഞാൻ പോകുന്ന എൻവയോൺമെന്റിൽ എനിക്ക് അത്യാവശ്യം പൊളിറ്റിക്കൽ സൈഡ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട്
ചിലപ്പോ അങ്ങനത്തെ ഒക്കെ ഡെവലപ്മെന്റ് ഉള്ള സ്ഥലത്ത് എനിക്ക് പൊസിഷനിങ് കിട്ടാറുള്ളൂ. ഓർ ഇൻ അതർ വേർഡ്സ് അങ്ങനെയുള്ള സ്ഥലത്തേ കയറുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ജസ്റ്റ് ഒരു ഡെവലപ്പർ ആയിട്ടോ ഇനിയിപ്പോ ഒരു ഈ സ്ട്രാറ്റജിക് ഔട്ട്ലുക്ക് ആയിട്ട് നമ്മൾ വെറുതെ പോയി കയറി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ വെറുതെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാന്നല്ലാതെ പറയാൻ പറ്റുമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഫ്രെയിംവർക്ക് അതിനൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അൺഫോർച്ചുനേറ്റ്ലി 80s ഈവൻ മിഡ് 90s വരെ ഇന്ത്യ ഒരു പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് ഔട്ട്സോഴ്സിന്റെ ഹബ്ബും കൂടിയായിരുന്നു. ഇപ്പൊ ഒറാക്കിളിന്റെ ഇംഗ്രസിന്റെ ഒക്കെ മെജോറിറ്റി ആപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് അല്ല ഡെവലപ്പ് ചെയ്തിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നന്ദൻ നിലക്കേനി ഗ്ലോബൽ ഡെലിവറി മോഡൽ കണ്ടുപിടിക്കുകയും അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സക്സസ്ഫുൾ ഓപ്പറേഷൻസ് നടക്കാൻ പറ്റുമെന്ന് പല ബിസിനസ്സുകാരും കണ്ടുപിടിച്ചപ്പോ IT ഇത്രയും സസ്റ്റെയിൻ ചെയ്യുമെന്ന് അറിയില്ല. മേക്ക് ദ ഹേ വൈൽ ദ സൺഷൈൻ അപ്രോച്ച് എടുത്തിട്ട് കമ്പനികൾ സോഫ്റ്റ്വെയർ സർവീസസിലോട്ട് ഒരു ലിവറേജ്ഡ് ഫിനാൻസ് മോഡലിലോട്ട് മാറിയപ്പോഴാണ് ഈ ഇന്ത്യ IT വാല്യൂ ചെയിനിൽ അടിയിലോട്ട് പോയത്. ഈ ടൈപ്പ് ഡെവലപ്മെന്റ് ഇവിടെ വരാതായിരുന്നു. ഇനി ഇപ്പൊ അത് ഒരു 2015 ശേഷം ഇപ്പൊ അജൈലും പ്രോസസ്സസ് ഒക്കെ മെച്ചോർഡായി ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുമ്പോ നൗ പീപ്പിൾ ആർ ആക്ച്വലി അറ്റ്ലീസ്റ്റ് ഒരു പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗിന്റെ ഹബ്ബായി മാറാം ഇന്ത്യ. ആൻഡ് ഇറ്റ് ഈസ് ബിക്കമിങ് സോ. അല്ല, അത് ഇതിനൊരു മാക്രോ ലെവലിൽ സ്റ്റഡി ചെയ്യണം. ഇപ്പൊ അവിടെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇത് മെയിൻ എന്ന് പറഞ്ഞാലേ പലപ്പോഴും വെരി ഏർലി എനിക്ക് ഈ വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻസ് C++ ലൈബ്രറി എഴുതിയാ ഞാൻ കോഡ് കരിയർ തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടി. അല്ലേ? മനസ്സിലായാ? അതായത് കോം വഴി എങ്ങനെ ഇന്റർഫേസ് ചെയ്യാം, Win32 API വഴി എങ്ങനെ ഇന്റർഫേസ് ചെയ്യാം, ഇനി എങ്ങനെ ബെറ്റർ ആയിട്ട് സ്പോൺ ചെയ്യാം, എങ്ങനെ വിഷ്വൽ ബേസിക് റൊട്ടീൻസിനെ C++ കോൾ ബാക്ക് ആയിട്ട് ഉപയോഗിക്കാം, ഓഫ് കോഴ്സ് വിത്ത് ഹെൽപ്പ് ഓഫ് സർവീസ് പാക്ക്. അപ്പൊ CAD ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ വർക്ക് ചെയ്തപ്പോ അങ്ങനെ ഒരു അവസരം കിട്ടിയുണ്ട്. അത് ആ ഒരു അവസരം ഡൗൺ സ്ട്രീമിൽ ഇറങ്ങിയ ആൾക്കാർക്ക്, ഈവൻ 98 കരിയർ തുടങ്ങിയവർക്ക് പോലും കിട്ടിയില്ല. ഇവിടെ കിട്ടിയ പെട്ടെന്ന് ഇന്ത്യയുടെ ആ എംഫസിസ് വന്നപ്പോ. മനസ്സിലായില്ലേ? പിന്നെ കുറെ ആൾക്കാരുണ്ട് അവര് C# ഉള്ളപ്പോ എന്തിനാ C++ അങ്ങനെ. അതിപ്പോഴും തമാശയുണ്ട്. ഇപ്പൊ ഒരു ഔട്ട്സോഴ്സിംഗ് ഇൻഡസ്ട്രിയിലാണ് ഇപ്പൊ C++ ലാംഗ്വേജ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് ഫേവർ. പക്ഷേ പ്രൊവൈഡർ സ്പേസിൽ ഇപ്പോഴും C++ നല്ല സ്കോപ്പ് ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കയറില്ല. അപ്പൊ അതൊരു വലിയ പ്രോബ്ലം. സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ മതി ജോബ് മാർക്കറ്റിന്റെ അതെ ക്ലിയർ ഇൻഡിക്കേഷനാ. അല്ല, അത് പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ C++ എന്ന് പറഞ്ഞാൽ റീറ്റെയില്, ഹെൽത്ത് കെയറിലും മറ്റേ ഈ ഇൻഷുറൻസിന്റെ ഒക്കെ ലെഗസി ബാച്ച് ഫയൽ കോഡ് കിടപ്പുണ്ട് സീൽ എഴുതിയത്. അതാണ് C++ എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ UST-യിലൊക്കെ ഒരു 10 അക്കൗണ്ട്സിലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഓഫ് C കോഡ് കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? ബട്ട് അവിടെ ആകെ അറിയേണ്ടത് നിങ്ങൾക്ക് എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണിംഗ് ആൻഡ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ എന്തോട്ടെന്ന് വെച്ചാൽ C++ന് അങ്ങനെ ഒരു സ്റ്റിഗ്മ ഉണ്ട്. അപ്പൊ ഞാൻ ഈ ചെസ്റ്റാഡാറ്റയ്ക്ക് വേണ്ടി ഹയർ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോ പണ്ട് ഞാൻ C++നെ ഡെസേർട്ട് ചെയ്തു എന്ന് പറഞ്ഞവര് തളർന്ന് ഞാനിപ്പം ഗോയിലാണ് ചേട്ടാ, ഞാൻ ഇങ്ങനെ ഗോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ ദ്രോഹിക്കല്ലേ C++ എന്ന് പറഞ്ഞെന്നാ പറഞ്ഞു. അല്ലേ? അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, ഇത് നറേറ്റീവോ സ്റ്റോറിയോ ഒന്നും അല്ല കേട്ടോ. C++ അറിഞ്ഞു തുടങ്ങി മണ്ടം പ്രോഗ്രാമർ ആവും. അത് പറയാനൊന്നുമില്ല. അതായത് C അതിനാണ് കോഡ് ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമുക്ക് എത്ര തരം ആർക്കിടൈപ്സ് കോഡിന് കാണുന്നു, അപ്പൊ വാട്ട് ആർ ദി ഡിഫറെന്റ് വേസ് ടു എക്സ്പ്രസ് കമ്പ്യൂട്ടേഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വരും അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റോറിയിലോട്ട് തിരിച്ചു വരുമ്പോ ഞാൻ ഈ അടുത്ത് ഉണ്ടാക്കിയ കുറച്ച് സ്റ്റോറീസ് നമുക്ക് ചർച്ച വിൻഡോയിലോട്ട് ഉണ്ട്. അപ്പൊ ഞാൻ ലാസ്റ്റ് കമ്പനിയിൽ കയറി കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാല് ഞാനൊരു ഗുരുവിനെയും ശിഷ്യനെയും ഹയർ ചെയ്തു. അല്ലേ? അപ്പോ ഒരു മിക്സപ്പ് വന്നപ്പോ ശിഷ്യന് ഗുരുവിനൊക്കെ കൂടുതൽ സാലറി കിട്ടി. അപ്പോ
ഗുരുവിന്റെ അപമാനം എന്ന് ആലോചിക്കുക എന്തായിരിക്കും? ഏ ഏ അപ്പൊ വർക്ക് തുടങ്ങി. വർക്ക് തുടങ്ങി കഴിഞ്ഞപ്പോ ഗുരുവിന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സി ഒന്നും പഠിക്കാൻ പറ്റില്ല, പഠിച്ചിട്ട് കാര്യമില്ല. എന്ത് കാര്യം പഠിക്കാനും പുള്ളിയുടേതായ ഒരു സ്റ്റൈലുണ്ട്, എന്നാലും പുള്ളിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഗുരു തന്നെയാണ് നമ്മുടെ ടീമിന്റെ എഞ്ചിനീയറിംഗ് അല്ല, ഒരു സഫിഷ്യന്റ് വിങ്ങിന്റെ ഓണറും. ഓക്കെ. പക്ഷെ ഗുരു പല നേതൃത്വ പാഠമൊക്കെ കാണിച്ച് അറ്റ്ലീസ്റ്റ് പുള്ളി ഫസ്റ്റ് ഫേസ് ഡെലിവർ ചെയ്ത്. അപ്പൊ ഇതിനെ പിടിച്ച് രണ്ടാമത്തെ ഫേസിൽ ഒക്കെ വയർ ഓൺ വയർ ഓഫ് വേണം, പ്ലഗബിലിറ്റി വേണം, ഗ്രാഫ് വേണം, ഐസോമോർഫിക് ആക്ഷൻ സെറ്റ് അഥവാ അൺഡുവബിൾ ഓപ്പറേഷൻ വേണം, റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് വേണം. അങ്ങനെ ഞാൻ കുറെ ചാർട്ടർ ഉണ്ടാക്കി ഗുരുവിനെയൊക്കെ ഇത് ചെയ്തപ്പോ ഗുരു പറയണ എന്താ വെച്ച് കഴിഞ്ഞാ, എന്റെ ബോസ് അതൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനല്ല ഇവിടെ ഓണർ, ഞാനല്ല തീരുമാനിക്കണേ. പുള്ളിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പല കമ്പനികളിലും ഇപ്പൊ ലാസ്റ്റ് UST-യിലൊക്കെ ഞാൻ വലിയ റോളല്ല പ്ലേ ചെയ്ത്. ഇപ്പൊ ഗുരു പറഞ്ഞു, അങ്ങനെ റോള് പ്ലേ ചെയ്തിട്ട് എനിക്കറിയില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ചേർത്തെ ആത്മാഭിമാനത്തിനകത്ത് ക്ഷതം എന്തായിരിക്കും ആലോചിച്ചൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ശിഷ്യനെ വളർത്താൻ തീരുമാനിച്ചു. അല്ലേ? ശിഷ്യനെ വളർത്താൻ തീരുമാനിച്ചപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. ശിഷ്യൻ ഒരു തൊമ്മിയ, മറ്റേ പുള്ളി ഒരു ഭാസ്കര പട്ടേലർ. ഈ ഗുരു ഭാസ്കര പട്ടേലർ എന്ന് പറഞ്ഞില്ല, പുള്ളി വേറെ ആൾക്കാരുടെ തൊമ്മിയ. നോക്കിയപ്പോ ആ ഗുരു വേറെ ആളുടെ തൊമ്മിയ. മനസ്സിലായില്ലേ? അപ്പൊ ഭാസ്കര പട്ടേലറും തൊമ്മിമാരുടെ ഒരു ഹയറാർക്കിയാണ് ഞാൻ നേരിടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനപ്പോ എല്ലാവരെയും വിധേയൻ സിനിമ കാണിച്ചു. മനസ്സിലായ? അപ്പോ ഇപ്പൊ ഞാൻ ഈ ഗുരുവിനോട് ബഹുമാനം വേണം, ആരാധന വേണമെന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? അതായത് ഒരു നോളജ് സെൻട്രിക് അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ ഗുരുവിനെ ഔട്ട്സ്മാർട്ട് ചെയ്യാം അറ്റ്ലീസ്റ്റ്. ഒക്കെ ഇപ്പൊ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നെറ്റ്വർക്കിൽ ഗുരുവിനെ ഔട്ട്സ്മാർട്ട് ചെയ്യണം പല വിഷയങ്ങൾ. പക്ഷെ ആ ഔട്ട്സ്മാർട്ട് ചെയ്ത വിഷയങ്ങളെ നോളജ് ഗുരുവിനും കൊടുക്കണോണ്ടോ? അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ. അപ്പൊ മിക്ക ആൾക്കാരുടെയും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ശരത്തിനും വൈശാഖിനും ഭയങ്കര ഒരു മാനസിക സംഘർഷം ഉണ്ടായെന്നാണ് എന്റെ കഥ. അതായത് അവരുടെ ആദിമ ഗുരു അവരെ പലതും പഠിപ്പിച്ചു. അപ്പൊ ഒരു വേറൊരു ഗുരു വന്നു. അപ്പൊ ഇതിൽ ഏത് ഗുരുവിനെ തെരഞ്ഞെടുക്കണം എന്നുള്ളത് അവിടെ ഒരു തർക്കം നടന്നു എന്നുള്ളതാണ്. ശരത്ത് വേണമെങ്കിൽ അതിനെ കുറിച്ച് പറയൂ. അല്ല, അദ്ദേഹം പറ, നല്ല ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, അങ്ങനത്തെ തർക്കം ഉണ്ടായിരുന്നില്ല. അല്ല, അങ്ങനത്തെ ഒരു എനിക്കറിയില്ല. ഇല്ല, പക്ഷെ ഞാനപ്പോ ശരത്തിനോട് ചോദിച്ചു, ആ ഗുരുവിനെ കണ്ടതിൽ എന്തുണ്ട്? അല്ല, ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ അതാണ് ഭാസ്കര പട്ടേലർ തൊമ്മി മോഡൽ. മനസ്സിലായില്ലേ? അതായത് വിധേയൻ സിനിമ കാണുക, അപ്പൊ തൊമ്മി ആരാന്ന് മനസ്സിലാവും. അപ്പൊ ഈ തൊമ്മിക്ക് ഒരു ഭാസ്കര പട്ടേലർ ഉണ്ടെങ്കിൽ ആ ഭാസ്കര പട്ടേലർ വേറെ ആൾക്കാരുടെ തൊമ്മി. അങ്ങനെ ആ തൊമ്മി ഒരു സായിപ്പ് ഭാസ്കര പട്ടേലറിന്റെ അടുത്ത് പോകുമ്പോഴാണ് ഇത് ഈ ചെയിൻ അവസാനിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ചെന്നാൽ നമ്മളെ കുമാര് തെറുവിളി. ഇതാണ് ഒരു കഥ. വേറൊരു പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു കഥ എന്ന് പറഞ്ഞാൽ, പുള്ളി ആള് കിഡ്ലൻ ലിനക്സ് ചെയ്യും, നിയോവിയും ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഇവന്മാരെയൊക്കെ എടുത്തോണ്ട് പോയത് ആർക്കിടെക്ട് ചെയ്യാനും സൊല്യൂഷൻ ചെയ്യാനും ഒക്കെ പഠിക്കിട്ടിയ. അപ്പൊ അങ്ങേരുടെ റെപ്യൂട്ടേഷൻ, ഇവന്മാരെല്ലാം പറഞ്ഞ അങ്ങേര് 10x പ്രോഗ്രാമറാണ്. ഈ 10x പ്രോഗ്രാമർ എന്നുള്ള കഥ കേട്ടിട്ടുണ്ടോ? 10x പ്രോഗ്രാമർ കേട്ടിട്ടുണ്ട്. 10x പ്രോഗ്രാമർ എന്ന് അല്ല, അവര് പറഞ്ഞാൽ റിലേറ്റീവ്ലിയാണ് പറഞ്ഞേ. പറഞ്ഞു. അല്ലല്ല, അവരെ വെച്ച് നോക്കിയപ്പോ 10x ആക്ച്വലി 1x ഇല്ല. അങ്ങനെയല്ല. അപ്പൊ പ്രശ്നം എന്താണെന്ന് അറിയാമോ? പോയിന്റ് 0. അല്ല, അതാണ് പ്രശ്നം. 10x എന്ന് പറഞ്ഞ സാധനം
ഇപ്പൊ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ് പ്രസീദ് പൈ, കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ് സർജയ് ബ്രെയിൻ. ശരിയാ? ഒന്നാണോ? അല്ലല്ലോ. അയാള് PhD ഡ്രോപ്പ് ചെയ്തേ ഗൂഗിൾ തുടങ്ങാൻ. ഞാനിവിടെ എന്റെ അപ്പനെ അടി ഉണ്ടാക്കിയിട്ട് ഡ്രോപ്പ് ചെയ്ത ആളാ. അപ്പൊ ഇങ്ങനെ നമ്മളൊന്നാവണേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതേമാതിരി ഇങ്ങേരെ കണ്ടപ്പോ ഇങ്ങനത്തെ ടൈപ്പ് ആളെയാണ് 10x പ്രോഗ്രാമർ എന്ന് വിളിക്കണേന്നാണ് എന്റെ ഏറ്റവും അനലിറ്റിക്കൽ ബുദ്ധിയുള്ള ഒരാൾ തീരുമാനിച്ചത്. ചെറുത്തെ മനസ്സിലായ? അപ്പൊ ഞാൻ പറഞ്ഞ് ഈ എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഇത് കേൾക്കട്ടോ, ശ്രദ്ധിച്ചു കേൾക്ക. ബൽരാജ് എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു, ബൽരാജ്. പുള്ളി കൊടുങ്ങല്ലൂർ മുതൽ തൃപ്രയാർ മേഖലയില് ഒരു വൻ പ്ലെയർ ആയിരുന്നു. ഈ ബൽരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തെങ്ങേറുന്ന കണക്കന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നല്ല ഉഗ്രൻ പരന്ന കയ്യ. പുള്ളി ഒരു ഓവറിലേക്ക് 21 റണ്ണം കടിക്കും. അല്ലേ? മനസ്സിലായ? അപ്പൊ ബൽരാജനെണ്ണ ഉണ്ടെങ്കിൽ എതിർ ടീം 8 ഓവറൊക്കെ ഇത് 80 സ്കോർ ടീമിന്റെ. കേക്കണ്ടോ? അപ്പോ ആ സമയത്ത് ഇന്ത്യൻ ടീമിന്റെ ആൾക്കാര് എയർക്രാഫ്റ്റിൽ മരിച്ചു. ഇതെന്റെ കഥയാട്ടോ. അപ്പൊ എന്നെ ഏൽപ്പിച്ച് BCCI, അതായത് നാട്ടിൻപുറത്തൊക്കെ പോയിട്ട് നല്ല കളിക്കാരെയൊക്കെ പിക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? മൊസാംബിക്കിന്റെ കണ്ടൊരു സ്ക്വാഡ് അങ്ങനെ വരും. അപ്പൊ ഞാൻ വന്ന് ഇവരോട് പറഞ്ഞ് ഈ ക്രിക്കറ്റ് കളിക്കണം, നമുക്ക് ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ചോദിച്ച്, മാഷ് ക്രിക്കറ്റ് കളിക്കോ? എന്നോട് ഇല്ല. എന്തായി അപ്പൊ എത്ര ആവറേജ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഒരു 80 runs per 100 ബോൾ അടിക്കും. ആവറേജ് 42%, 42 ആണ് എന്റെ ആവറേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉമാര് പറയണേ, അത് ബൽരാജന്റെ സ്ട്രൈക്ക് റേറ്റ് 150+ ആണ്. പുള്ളി അത്രയും വലിയ, നിങ്ങൾക്ക് എന്ത് കളിക്കാൻ അറിയാം? അപ്പൊ ഞാൻ പറഞ്ഞ്, ഞാൻ കളിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റും ബൽരാജ് കളിച്ചത് ക്ലബ് ക്രിക്കറ്റുമാണ്. കിട്ടിയ മോറല് അല്ലേ? അപ്പൊ ഇതാണ് ബൽരാജിന്റെ കഥ. അങ്ങനെ പറഞ്ഞിട്ടാണ് കുറെ എണ്ണത്തിന്റെ ഇറക്കിയത്. മനസ്സിലായില്ലേ? എപ്പോഴും പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാമാർക്കും ഒരു ആരാധ്യ പുരുഷനുണ്ടാവും. അപ്പോ അവനായിരിക്കും ഐക്കൺ, അവനായിട്ട് എല്ലാം കമ്പാരിസൺ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് അവനെ അടിക്കേണ്ടി വരും. പക്ഷെ നമ്മള് അവരുടെ ഗുരുവിനെ ജീവിതത്തിൽ കാണാത്തവനെയൊക്കെ തന്തയ്ക്ക് വിളിക്കേണ്ടി വരും. മറിയാറ് കിട്ടിയ. അപ്പൊ ഈ പാറ്റേൺസ് ഒക്കെ മറികടക്കണമെങ്കിൽ പവർഫുൾ സ്റ്റോറീസും നറേറ്റീവ്സും വേണം. ഏത് ടെക്നിക്കൽ ആനക്ഡോട്ട്സ് മാത്രമല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഭാസ്കര പട്ടേൽ തൊമ്മി പ്രോബ്ലം അതെങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യും? ഹോക്ക് വേഴ്സസ് ഡൗ പ്രോബ്ലം ആയിരിക്കും ഗെയിം തിയറിയിലെ. മനസ്സിലായില്ലേ? അപ്പൊ ഇവന്റെ വിശ്വാസം അതാണ്. കാരണം ഇതിന്റെയൊക്കെ മൂലവിശ്വാസം എന്താണെന്ന് അറിയാമോ? ഒരാള് പറഞ്ഞു വരിക, അങ്ങകലെ ഒരു പെർഫെക്റ്റ് ആർക്കിടെക്ചർ. ഓക്കെ, അവിടെ ഒരു പെർഫെക്റ്റ് ആർക്കിടെക്ചർ ഉണ്ടെങ്കിൽ അവിടെ ആർക്കിടെക്റ്റ് ഉണ്ടാവുമല്ലോ. അയാളെ തേടിയുള്ള യാത്രയിലാണ് ഞാൻ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരാള് എന്റെ നെറ്റ്വർക്കിൽ ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാ? അങ്ങനെയാണെങ്കിൽ അത് ഞാനായിരിക്കണമല്ലോ എന്നാണ് ഓരോരുത്തരും വിചാരിക്കുന്നത്. താൻ കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ മറ്റേ വെസ്റ്റിലെ ഒരു സായിപ്പ്. ഇതിന്റെ ഇടയിൽ വേറെ ആരെയും ഒന്നും തെറ്റൂല. കാരണം ഇതിന്റെ ഇടയിൽ അവൻ പീപ്പിൾ മാനേജേഴ്സിനെ കണ്ടിട്ടുള്ളൂ. സർവീസസ് കമ്പനിയിൽ ടെക്നോളജി അറിയാവുന്ന മാനേജേഴ്സിനെ അവൻ കണ്ടിട്ടില്ല. ഇവിടെ കിട്ടിയ അത് ഈ മിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റീവ് മെക്കോണൽ കോഡ് കംപ്ലീറ്റ്ലി പറഞ്ഞു, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹാവ് ഗോട്ട് ഓൺലി 1 year എക്സ്പീരിയൻസ് 10 times ഓവർ. അവർക്ക് 10 കൊല്ലം എക്സ്പീരിയൻസ് ഇല്ല. ശരിക്കും 1 year എക്സ്പീരിയൻസ് 10 പ്രാവശ്യം. ഇവിടെ കിട്ടിയ. അപ്പൊ എന്ത് പറ്റൂന്ന് വെച്ചാൽ ഈ പഴകുന്തോറും വീഞ്ഞ് നന്നാവും എന്ന് പറഞ്ഞ മാതിരി ഇവരുടെ ടാസ്കിലും ഇതിലൊക്കെ ബെറ്റർ ആവും. ഒരു ഗോഡ് ലൈക്ക് ഫ്ലെക്സിബിലിറ്റി ആൾക്കാരിൽ തോന്നും. ഇവിടെ കിട്ടിയ. അവിടെ നിന്നാണ് ഈ മിക്ക അതെന്ന് വെച്ചാല് സംസാരിക്കുന്ന കുരയ്ക്കും പട്ടി കടിക്കില്ല. അപ്പൊ സംസാരിക്കുന്ന ചെയ്യാൻ പറ്റില്ല എന്ന് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ സംസാരിച്ച് ചെയ്യുന്ന 5% പേരുണ്ടെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള 100 കൂട്ടം, അതായത് ഒരു ലാക്ക് ഓഫ് സെൽഫ് വർത്തി എന്നാണ് അത് ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് ചാമ്പ്യൻസ് ആവാന്നാ ഞാൻ പറയണേ.
അതായത് ഇപ്പൊ ഞാൻ നിങ്ങളെ തോപ്പിച്ചോ, നിങ്ങൾ എന്നെ തോപ്പിച്ചാലും നിങ്ങൾക്ക് പുരോഗതി ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കും, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല അവിടെ. കാരണം നമുക്കൊരു ഇന്റർനാഷണൽ അറീന ഉണ്ടല്ലോ. അപ്പൊ അവിടെയാണ് അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മുടെ എൻകൗണ്ടേഴ്സ് പറയും വെസ്റ്റിലെ ആൾക്കാരായിട്ടൊക്കെ. അപ്പൊ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്തു? അത് വല്ല വടംകള്ളി സായിപ്പേരി, മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, സായിപ്പിന്റെ ഭാഷയില്, സായിപ്പിന്റെ ഓണ്ടോളജിയില്, സായിപ്പ് തീരുമാനിക്കുന്ന പ്രോസസ്സിന്റെ ഉള്ളില് അയാളെ പോയി എങ്ങനെ ചലഞ്ച് ചെയ്യണേ പറ്റുമോ? അപ്പൊ നമുക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നത് ഓണ്ടോളജി സ്വിസ്ലിംഗ് എന്നാണ്. നമ്മള് ഇംപ്രവൈസ്ഡ് ഓണ്ടോളജി ഉണ്ടാക്കിയിട്ട് അത് പുഷ് ചെയ്യണം. എന്നിട്ട് ഏത് സമയത്തും സ്റ്റാൻഡേർഡ് ഓണ്ടോളജി ആയിട്ട് അത് മാപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പാറ്റ് സ്റ്റൈൽ ഇംഗ്ലീഷ് ഒക്കെ നിങ്ങൾ മാസ്റ്റർ ചെയ്യാണ് ഇവൻച്വലി. അത്ര വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ല കോമ്പാറ്റ് സ്റ്റൈൽ ഇംഗ്ലീഷ് പറയാൻ. അതായത് സിമ്പിൾ സെന്റൻസസ്, ജാർഗൺസ് അപ്രോപ്രിയേറ്റ് ഫോർ ദ കോണ്ടെക്സ്റ്റ് മതി. നിങ്ങൾക്ക് ആൾക്കാരെ ചലഞ്ച് ചെയ്യാം. അതെന്ന് വെച്ചാൽ ഇൻഡക്ഷൻ, ഡിഡക്ഷൻ, അബ്ഡക്ഷൻ, ഞാൻ നേരത്തെ ഉപയോഗിച്ച പദങ്ങളൊന്നും ആൾക്കാരുടെ വൊക്കാബുലറിയിലേ ഇല്ല. അപ്പൊ ഇതിനെയൊക്കെ ഇപ്പൊ UST മേലുള്ള കമ്പനിയിൽ ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി പറയും, നീയൊക്കെ ഇവിടെ ഇങ്ങനെ വാന്തി അടിച്ച് ഡയലോഗ് അടിച്ച് കിടക്കല്ലോ, അവൻ നല്ല പണിയെടുക്കുന്നു. കേൾക്കണ്ടല്ലേ അല്ലേ? അപ്പൊ ഞാൻ പറയും, ഓക്കെ, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിഞ്ഞത് എന്റെ കുഴപ്പമാണോ നീ, മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു തരം ഞാൻ പറയില്ലേ, അതൊരു ഇന്റലക്ച്വൽ കാസ്റ്റ് ഹയറാർക്കി ഉണ്ട്. അതായത് ഇപ്പൊ എന്താ പറയാ, ITI-കാരൻ പോളിടെക്നിക്കാരന് മുമ്പിൽ താഴണം, പോളിടെക്നിക്കാരൻ ബിടെക്കിന് മുമ്പിൽ താഴണം, ബിടെക് ഡൊണേഷൻ കോളേജുകാരൻ ഈ മിഡിൽ ടയർ കോളേജിന്റെ മുമ്പിൽ താഴണം, അവൻ RECയുടെ മുമ്പിൽ താഴണം, REC IIT-യുടെ മുമ്പിൽ. ഇവിടെ കിട്ടിയ അപ്പോ നിങ്ങൾക്ക് +2 ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ മുമ്പിലും താഴേണ്ട കാര്യമില്ല. അതായത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ആൾക്കാരെ ബഹുമാനിക്കേണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ ഈ ഹയറാർക്കി ഈസ് ആക്ച്വലി നോട്ട് ഹെൽപ്പിംഗ് അസ്, മനസ്സിലായില്ലേ? ഇപ്പൊ മര്യാദക്ക് ഒരുത്തന്നെ എൻട്രൻസ് പഠിക്കാത്തതോ അല്ലെങ്കിൽ ഒരുത്തന്റെ അമ്മാവൻ പൈലറ്റ് ആയതിന് നമ്മൾ റെസ്റ്റ് ഓഫ് ദി ലൈഫ് പെനാൽറ്റി പേ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? അത് മോസ്റ്റ്ലി ഈ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ IIT പഠിച്ചാലോ MIT പഠിച്ചാലും കാര്യമൊന്നുമില്ല, നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനിയിപ്പോ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു തന്നെ വിചാരിച്ചു, കമ്പ്യൂട്ടർ സയൻസ് ടു മച്ച് ഓഫ് എ നോളജ് ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് MIT പമ്പ് ചെയ്യണേ. അത് റിസർച്ചേഴ്സിനെ ഉണ്ടാക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാ, പ്രോഗ്രാമേഴ്സിനെ ഉണ്ടാക്കാൻ നിൽക്കണമെന്നല്ല. പ്രോഗ്രാമിംഗ് കുറച്ചും കൂടി ഒരു ഡെമോഗ്രാഫിക് ആക്ടിവിറ്റിയാ, കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഉണ്ടായിരുന്നു, സയൻസ് അല്ല അത്, മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ MIT-കാരൻ വന്നിട്ട് ഇവിടെ എന്നെ വളർത്താനോ കിട്ടിയ വരും. ഇപ്പൊ എവിടെയാന്ന് പറഞ്ഞാൽ ചില ഏരിയയില് സഫിഷ്യന്റ് മാത്തമാറ്റിക്കൽ കോമ്പറ്റൻസ് വേണ്ട സ്ഥലത്ത്, ഇപ്പൊ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ MIT-കാരനെയോ അവനെ ഹയർ ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലാതെ ഇപ്പോ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള മോഡൽസ് ഉള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കമ്പൈലർ എഴുതാൻ വേണ്ടി MIT പോകണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, മനസ്സിലായില്ലേ? ഇപ്പൊ ഗ്രാഫിക്സിൽ തന്നെ നിങ്ങൾക്ക് സൈസബിൾ തിങ്സ് MIT-യിൽ പോകാതെ ചെയ്യാം. MIT വിൽ പ്രൊഡ്യൂസ് ഗ്രാഫിക് റിസർച്ചേഴ്സ്, ഗ്രാഫിക്സ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സിനോ എഞ്ചിൻ റൈറ്റേഴ്സിനോ അല്ലെ മറ്റേ MIT പ്രൊഡ്യൂസ് ചെയ്യണേ. അപ്പൊ പലപ്പോഴും അല്ലെങ്കിൽ പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ മിക്കവാറും പ്ലാറ്റ്ഫോം വെച്ച് നമ്മളൊക്കെ നടക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് പൊളിറ്റിക്കൽ വില്ലും നമ്മുടെ ഐഡിയ പിച്ച് ചെയ്യാനുള്ള ധൈര്യം വേണം, മനസ്സിലായില്ലേ? പിന്നെ അതിന്റെ മുകളില് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ നിർത്തിയ കമ്പനിയില് ഇപ്പൊ എന്റെ കൂടെ നിന്നപ്പോ പഠിക്കാത്തവന്മാരെല്ലാം കൂടി ഇരുന്ന് ഭയങ്കര ലീഡ് കോഡൊക്കെ സോൾവ് ചെയ്യാം നേരത്തെ. ഇത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവൻ പഠിക്കൂല, ഇല്ലാത്തപ്പോ പഠിച്ചോണ്ടിരിക്കണം. അതിപ്പോ ഒരുത്തനെ കമ്പനിയുടെ ഉള്ളിൽ ഇരിക്കുമ്പോ അവന് ജോലി കിട്ടൂല, പക്ഷെ റിസൈൻ ചെയ്താൽ പിറ്റേ ദിവസം ജോലി കിട്ടും. അതെന്തുകൊണ്ടായിരിക്കും ചരിത്രം പറയാൻ പറ്റുമോ? ഇമ്മീഡിയറ്റ് ഹയറിനെ നോക്കണ സ്ഥലത്ത് കിട്ടും. അല്ല, അതാണ് അതിന്റെ പരിഭാഷം. ശരിക്കും അതല്ല, ഇവനെ ഒരിക്കലും സ്ട്രാറ്റജിക് ഹയർ ചെയ്യാൻ പോലാരും. അതായത് അവന് സ്ട്രാറ്റജിക് ഹയറിംഗ് സ്കിൽസ് ഇല്ലാന്ന കാണണ്ടേ, മനസ്സിലായില്ലേ? അതെത്ര പേര് കാണും? സ്ട്രാറ്റജിക് ഹയറിംഗ് ആണെങ്കിൽ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കമ്പനി. ആ ലെവലിൽ ഇവൻ കയറുന്നില്ല, ഫില്ലേഴ്സിലാ കയറുന്നേ. എന്നിട്ട് പുള്ളി ആ മന്ത് പിടിച്ച് മസലായിട്ട് എക്സ്പോർട്ട് ചെയ്യും. പിന്നെ അവന്റെ മോഡല് ഫോളോ ചെയ്യാം നമ്മള്.
അതാ ഒരു അച്ചീവ്മെന്റും അക്കംപ്ലിഷ്മെന്റും തമ്മിലുള്ള അതാ പറഞ്ഞേ, അവിടെയാണ് ഈ പ്രസക്തമാവുന്നത്. എന്റെ അതായത് ലേൺ പ്രോഗ്രാമിംഗ് ടു ഔട്ട്വിറ്റ് കമ്പ്യൂട്ടേഴ്സ്. എന്നിട്ട് വാ ഈ പ്ലാറ്റ്ഫോം കണ്ടിട്ട് ഇങ്ങനെ. അപ്പൊ ഈ പ്രോബ്ലം ഉണ്ട്. അപ്പൊ നമുക്ക് കൗണ്ടർ നെറേറ്റീവ്സ് ഉണ്ടാക്കിയാൽ മതിയാവും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു അതിപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരു ഈ അതിനൊരു ഫേമസ് ലാലെ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ പേര് വേണമെങ്കിൽ നോട്ട് ചെയ്തു. സയൻസ് ഓഫ് ദ ലിമിറ്റ്സ് ആൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ദ സയൻസ്. ചെറുതിന്റെ ഒരു കോപ്പി ഉണ്ടാവണം. ചെറുതെ ലാലെ സാറിന്റെ വീട്ടിൽ നിർത്തണം. അതെ. അപ്പൊ അല്ല ഞാൻ വേണമെങ്കിൽ അതൊന്നോ അല്ല ആ ബുക്ക് അല്ല ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ IIT മറ്റേന്നൊക്കെ പറഞ്ഞ അങ്ങനെ പേടിച്ചു വളരരുതല്ലോ. ഇതാണ് ബുക്ക്, ഇമ്പോസിബിലിറ്റി എന്ന ബുക്കിന്റെ പേര്. ഈ ബുക്ക് എനിക്ക് 2001 3 അങ്ങനെ ഇറങ്ങി നോക്കി. ആ ടൈമിലാണ് അത് എനിക്ക് ഏർലി എന്റെ ലൈഫിൽ കിട്ടിയ ബുക്ക്. അത് 97 ആണെന്നുണ്ട്. 98. മനസ്സിലായില്ലേ? ഇതൊന്ന് സ്കിം ചെയ്ത് നോക്കിയാൽ തന്നെ മിക്ക പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാരെ ഉണ്ടല്ലോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സ്പേസിൽ ടാക്കിൾ ചെയ്യാനുള്ള വേറെ ഇനി വേറൊരു ബുക്കും കൂടി ഉണ്ട്. ഇത് ബുക്സ് പഠിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അതായത് നിങ്ങൾക്ക് അൽഗോരിതംസ് ദ സ്പിരിറ്റ് ഓഫ് ഇതിന്റെ സെക്കൻഡ് എഡിഷൻ ഇന്ത്യൻ എഡിഷൻ അവൈലബിൾ ആണ്. അൽഗോരിതംസ് ദ സ്പിരിറ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ്. ഈ UML സ്റ്റേറ്റ് ചാർട്ട് ഉണ്ടാക്കിയ ആളാണ്. ഇപ്പൊ ഈ 2 ബുക്ക് ഉണ്ടല്ലോ, അതായത് അൽഗോരിതമിക്സും മറ്റേ ലിമിറ്റ്സ് ഓഫ് സയൻസും ഇതും പഠിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് പിന്നെ ഈ MIT ഹാർവർഡ് ഇവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓഫ് കോഴ്സ് ഇൻ ഡിറ്റർമിനിസ്റ്റിക് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഈ ഏരിയയില്. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് കറക്റ്റ് ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കുക, കുറച്ച് പേരായിട്ട് സംസാരിക്കുക, കുറച്ച് ഇവന്റ്സിന് പോകാം, ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇനഫ് ഇന്റലക്ച്വൽ ഹോഴ്സ് പവർ ഇൻ ഓർഡർ ടു ടാക്കിൾ മോസ്റ്റ് ഓഫ് ദീസ് പീപ്പിൾ. പിന്നെ ഈ മിക്ക ഹെവി എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്കൊന്നും ഇപ്പൊ ഫൈനാൻസ് സ്റ്റേറ്റ് മെഷീനൊക്കെ അവർക്ക് അത് പഠിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ദേ മൈറ്റ് നോട്ട് ഡു ഇറ്റ്. അപ്പൊ നിങ്ങൾ അതും കൊണ്ട് പഠിക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പൊ ഞാൻ ഈ ആൾക്കാരുടെ കമ്പൈലർ എഴുതാൻ പറയും. കമ്പൈലർ എഴുതാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് എഴുതിയില്ലെങ്കിൽ അല്ലെങ്കിൽ കമ്പൈലർ എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന അബ്സ്ട്രാക്ട് മോഡൽസിനോടുള്ള ഫെമിലിയാരിറ്റി വല്ല വിചാരം കൊണ്ടുവന്നാലും മതി. പക്ഷെ അത് നിങ്ങൾക്ക് പല സ്ഥലത്തു നിന്ന് കൊണ്ടുവരണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ എത്തണം എന്നില്ല. അതായത് ബാംഗ്ലൂരിലെ അത്യാവശ്യം നടക്കുന്ന സീമെൻസ് ഇപ്പൊ നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവിടെ പോലും എന്റെ ഒരു ടോഗി കമ്പൈലറിന്റെ അതിന്റെ ലെവലിലുള്ള ഇന്റലക്ച്വൽ അവർക്ക് ഉണ്ടാവും. മനസ്സിലായില്ലേ? അതൊരു ഫാക്റ്റാ. അത് പോയി നോക്ക്, അപ്പൊ മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുതിയ കാര്യങ്ങൾ തേടണം. ഇപ്പൊ ഈ ബുക്ക് ഇതൊരു ഇസ്രായേലിലെ ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റാ 1984 അതിപ്പോ 3rd എഡിഷൻ എത്തിയേക്കണാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇത് വിഷയം ഈ 2 പുസ്തകവും വിഷയമായിട്ട് ബന്ധമുള്ളതല്ല കേട്ടോ, വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള കോണ്ടെക്സ്റ്റാ. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങൾക്ക് പോസിറ്റീവ്ലി അറിയണമെന്ന് വെച്ചോ, റാൻഡമൈസ് അൽഗോരിതത്തിന്റെ ബുക്ക് ഉണ്ട്, മറ്റേ മോട്ട്വാനി രാഘവൻ. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയാ റാൻഡമൈസ് അൽഗോരിതം. ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഞാൻ ചേർത്തും കൂടി ഇവിടെ പോയിട്ട് ഇതൊരു ബുക്ക്, ഒരു ഫേമസ് ബുക്ക്. രാജീവ് മോട്ട്വാനിയാണ് ഈ മറ്റേ ഗൂഗിളിന്റെ അവരുടെയൊക്കെ തെസിസ് അഡ്വൈസർ. പിന്നെ ഒരു വിജയ് വസിറാനിയുടെ അപ്രോക്സിമേഷൻ അൽഗോരിതം ഉണ്ട്. ഇതൊന്നും മുഴുവൻ പഠിക്കണമെന്നില്ല പറഞ്ഞു, അറ്റ്ലീസ്റ്റ് എന്തൊക്കെയാണ് കോർ ഇഷ്യൂസ്. അതെ, വിജയ് വസറാനി. മനസ്സിലായില്ലേ? പിന്നെ അപ്പൊ ഇപ്പൊ മെഷീൻ ലേണിങ്ങിനാണെങ്കിൽ മാസ്റ്റർ അൽഗോരിതം. അപ്പൊ മിക്ക ബുക്സിനും ഒരു
ഇതിനെക്കുറിച്ചിട്ടുള്ള അവലോകനം ഉഗ്രനായിട്ട് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു നോളജ് ഇല്ലാതെ നിങ്ങൾ പോയി ടാക്കിൾ ചെയ്യുമ്പോഴാണ് ഈ REC-കാരെ IIT-കാരെ പിടിച്ച് നിങ്ങളെ പിടിച്ചത്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ എന്താ പറയുക, ഒരു 10-25 കൊല്ലം മുമ്പാണെങ്കിൽ നമ്മൾ കുത്തിയിരിക്കണം പുസ്തകമായിട്ട്. ഇപ്പൊ മിക്ക ആ പുസ്തകത്തിന് ചുറ്റുപറ്റി കോഴ്സുകൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ പ്ലേസ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുറച്ചും കൂടി ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഒപ്റ്റിമൈസേഷൻ പഠിക്കണം. ഈ ബുക്കിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒപ്റ്റിമൈസേഷൻ പഠിക്കാം. ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. മനസ്സിലായ? എഡ്വേർഡ് ടി ഡൗളിങ്ങിന്റെ ഇതിന്റെ ഒരു ഇന്ത്യൻ എഡിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ യു വിൽ നോ ഒപ്റ്റിമൈസേഷൻ, അറ്റ്ലീസ്റ്റ് എന്താ പറയാ, നോൺ ലീനിയർ ഒപ്റ്റിമൈസേഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് അങ്ങനെ കുറച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഗോ ആൻഡ് ടാക്കിൾ എനിവൺ. നിങ്ങൾക്ക് ഒരു ഫിലോസഫി ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ. അപ്പൊ അതാണ് ഇതിന്. അപ്പൊ അതിന്റെ ഉള്ളില് ഈ നമ്മൾ പിച്ച് ചെയ്യാനും മറ്റേതിനുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ യൂസ് ദ സോഴ്സ് ലൂക്ക് അങ്ങനത്തെ ആനക്ഡോട്ട്സും മറ്റേതൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ഇനഫ് കോൺഫിഡൻസ് ഗോ ആൻഡ് ചലഞ്ച് തിങ്സ്. അല്ലെങ്കിൽ എന്ന് ഇടി വാങ്ങിച്ചോണ്ടിരിക്കൽ തന്നെ ആയിരിക്കും പണി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ പോയി ഒരാളെ ചലഞ്ച് ചെയ്യാള് MIT പഠിച്ചുകൊണ്ട് ചലഞ്ച് ചെയ്യാനല്ല പറയുന്നത്. പലപ്പോഴും ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആൾക്കാരൊന്നും അങ്ങനെ ഈ പ്രോഗ്രാമിങ്ങില് സെയിം ഈ വലിയ കമ്പനിയിലൊക്കെ പോയാൽ, നല്ല കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പം എന്താ വെച്ചാൽ ആ കമ്പനിയിലെ പ്രോസസ്സസ് ഒക്കെ നിങ്ങളെ ഒരു ആവറേജ് ഡെവലപ്പർ ആക്കി മാറ്റിക്കളയും. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ കുറെ കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിങ്ങിനോട് തന്നെ വെറുപ്പ് വന്നു. മനസ്സിലായില്ലേ? ഇത് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ നിങ്ങളൊരു ഇൻഫോർമൽ സെക്ടറിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും തോന്നൂല. ഒരു വുഡ് കട്ടറിന് കൂടുതൽ ഫിസിക്സ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഫസറെക്കാളെന്ന് കണ്ടിട്ടുണ്ടോ? ഐൻസ്റ്റൈൻ പറഞ്ഞോട്ടോ, ഞാൻ പറഞ്ഞല്ല. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ പറയട്ടെ, ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം തന്നെ. അതിനർത്ഥം പോയി നമ്മൾ കണ്ണി കണ്ടവനെയൊക്കെ പിടിച്ച് പോയി ഫൈറ്റ് ചെയ്യുന്നുള്ളതല്ല. വിത്തൗട്ട് പ്രോപ്പർ പ്രിപ്പറേഷൻ ഇഫ് യു കം ആൻഡ് ഫൈറ്റ് വിത്ത് മീ, ഓഫ് കോഴ്സ് ഐ ഹാവ് ഗോട്ട് ലെസൺസ് ടു ടീച്ച് എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ്. കാരണം നിങ്ങൾക്കും ചെയ്യാമല്ലോ അത്. കാരണം ഇതിൽ അത്രയും കാര്യമില്ല, അത് ട്രാൻസ്പെറന്റ് ആണ്. കറക്റ്റ് ലിറ്ററേച്ചർ ഇത് ചെയ്യുക, കറക്റ്റ് ഇത് ചെയ്യുക, മേക്ക് പീപ്പിൾ അറൌണ്ട് യു ഹു ക്യാൻ റീസൺ അബൌട്ട് ദിസ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അത് കിട്ടും. ഇതാണ് എന്റെ അടുത്തൊരു ടേക്ക്. അപ്പൊ എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും, കണ്ട അവൻ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ അവൻ ഇതിനെ കൂടെ തരാൻ പറ്റുന്നത്, ഞാനിപ്പോ GE-യിലാണ്, അല്ലെങ്കിൽ ഞാൻ ഡൽഹിയിലാണ്, അല്ലെങ്കിൽ ഞാൻ ഗൂഗിളിലാണെന്ന് പറയും. ഞാൻ എല്ലാ കൊല്ലവും ലാസ്റ്റ് ഒരു 20 കൊല്ലമായിട്ട് ഒരു 3-4 മൈക്രോസോഫ്റ്റുകാരായിട്ടും 2-3 ഗൂഗിളുകാരായിട്ടും ഒരു 10 ആമസോൺകാരായിട്ടും എല്ലാ കൊല്ലവും തന്നെ അവന്മാര് ആമസോണിലൊക്കെ പറഞ്ഞു വരും. ഇവന്മാര് ഒന്നും പോയിട്ട് ആമസോണിൽ പോയിട്ട് അതിന്റെ റെഡ് ഷിഫ്റ്റിന്റെ എഞ്ചിനിലൊന്നല്ല വർക്ക് ചെയ്യണേ. അവര് അതിന്റെ കോർ എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്യണത് വല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പ്രൊഫസറിന്റെ കീഴിൽ PhD എടുത്തവനോ, അല്ലെങ്കിൽ പ്രൊഫസറിന്റെ ഉള്ളിൽ പോയി മാസ്റ്റേഴ്സ് പഠിച്ചവനോ, അല്ലെങ്കിൽ അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഗൂഗിൾ സമ്മർ ഓഫ് കോഡോ അതിലോട്ടൊക്കെ പ്രൊജക്ട് ഒക്കെ ഇട്ടിട്ട് വരുന്ന ആൾക്കാരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇനിയിപ്പോ മൈക്രോസോഫ്റ്റ് ഗൂഗിളും മറ്റേതാണെങ്കിൽ ഇവന്മാര് ഗൂഗിൾ ലാബ്സ് ഒക്കെ ആണെങ്കിൽ സമ്മതിച്ചു. പക്ഷെ ഗൂഗിൾ ലാബ്സിൽ കയറുമ്പോ ഇതിന്റെ ഒരു പാരഡോക്സ് എന്താ പറയുക, അത് മെഷീൻ ലേണിംഗ് ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു. നിങ്ങൾ മെഷീൻ ലേണിംഗിൽ പഠിക്കുന്നു, അത് നിങ്ങൾ റിസർച്ചർ ആവാനാണ് പഠിക്കുന്നത്, പ്രാക്ടീഷണർ ആവാനാണ് പഠിക്കുന്നത്, അല്ലേ? പറഞ്ഞേ. മെഷീൻ ലേണിംഗ് പഠിക്കണത് പ്രാക്ടീഷണർ ആവാനായിരിക്കുമല്ലോ. അപ്പൊ അധികം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ലൈബ്രറീസ് ഒക്കെ ഇട്ട് കളിക്കുക, ഏതെങ്കിലും മെഷീൻ ലേണിംഗ് പ്രോജക്റ്റ്. റിസർച്ചർ ആവണമെങ്കിലോ വലിയ യൂണിവേഴ്സിറ്റി പോകണം, ഹാർഡ്വെയർ റിസോഴ്സസ് വേണം. അപ്പൊ അതും പറ്റൂല. അപ്പൊ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു റിസ്ക് ഉണ്ട് അവിടെ. മെഷീൻ ലേണിംഗിന് നിങ്ങൾ എല്ലാ മെഷീൻ ലേണിംഗ് ചെയ്യുന്നവരോടും സംസാരിച്ചു ഈ പ്രോബ്ലം അവർക്കുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രോപ്പർ കരിയർ അഡ്വൈസ് കിട്ടാത്തതും പ്ലാനിങ് കിട്ടാത്തതിന്റെയും കുഴപ്പമല്ലേ?
ഉം. There is I hope you are able to relate to what I am saying. ഈ പ്രോബ്ലം അപ്പൊ ഇപ്പൊ അതിന്റെ അഡ്വൈസ് എന്തായിരിക്കും ലാലിന്? സി ഇതിപ്പോ ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. മെഷീൻ ഇപ്പൊ ഒരാൾ പറഞ്ഞു ഡെവോപ്സിന് ഇപ്പൊ 30 lakh കൊടുക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞ ഡെവലപ്മെന്റ് 25 ഇതേ ഉള്ളൂ. അപ്പൊ രണ്ടിലും ഞാൻ പറ്റുന്നതിനെ എവിടെ പറ്റിയാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ഡെവോപ്സ് തന്നെ. ഞാൻ പറഞ്ഞ ഡെവോപ്സിന് ചിലപ്പോ 10 ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ, മറ്റേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് 200 ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇല്ലേ? അതെ. അപ്പൊ എവിടെ ബെറ്റ് പ്ലേസ് ചെയ്യും? 20 ലക്ഷം പൈസ കൂടുതൽ കിട്ടിയെന്ന് വെച്ചിട്ട് അല്ല അത് ഞാൻ ഒരു സി എനിക്ക് ചില ആൾക്കാരുണ്ട് പേ പാക്കറ്റ് കിട്ടാൻ വേണ്ടി സർവീസ് കമ്പനിയിൽ കയറും. സർവീസ് കമ്പനിയിൽ നടത്തുന്ന ഇല്ലല്ല സാർ പറയണത് പിന്നെ അതായത് പൈത്തൺ കമ്മ്യൂണിറ്റിയില് മെഷീൻ ലേണിംഗിൽ എത്താൻ പറ്റാത്തവൻ ഇപ്പൊ ഡെവോപ്സിലോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടേരം ആൾക്കാരുള്ളൂ അല്ലേ ഇപ്പൊ മെഷീൻ ലേണേഴ്സ് ഉണ്ട്, അവിടെ എത്തിയവന്മാരും എത്താത്തവന്മാരും അല്ലേ, ഇടയിൽ ആരും ഇല്ല. അല്ല അപ്പൊ ഈ മറ്റേ ലാലേ ഈ മെഷീൻ ലേണിംഗിന്റെ അല്ലെ നമ്മളെന്താ ഞാൻ എന്തോ പറഞ്ഞപ്പോൾ സ്ഥലത്തിലോട്ട് ഡയഗ്രസ് ചെയ്ത് ഏതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്? സർവീസ് കമ്പനീസിന്റെ ഇത് പറയായിരുന്നു. അപ്പൊ സർവീസ് കമ്പനിയില് ഒരു പുള്ളി ഒരു അക്കൗണ്ട് മാനേജർ റെസ്യൂം സ്കാൻ ചെയ്തോണ്ടിരിക്കട്ടോ. ഞാൻ പുള്ളിയുടെ ഇപ്പുറത്തിരിക്കുക. അപ്പൊ ഒരുത്തൻ ഈ മാനേജറിന്റെ ബജറ്റ് 25 lakh ആക്കാം, ഒരുത്തന് എന്ത് വന്നാലും 35 lakh താഴും. നെഗോഷിയേറ്റ് ചെയ്ത് അപ്പം അക്കൗണ്ട് മാനേജർ പറഞ്ഞു ഇവനെ ഞാൻ എടുക്കാം, ഇപ്പൊ തൽക്കാലം എനിക്ക് എന്റെ ക്ലയന്റിനെ സാറ്റിസ്ഫൈ ആകുന്നത് 3 മാസം കൊണ്ട് അവനെ ഞാൻ ബെഞ്ചിലോട്ട് വിടും. പക്ഷെ അവനെ എടുത്തു, 3 മാസം കണ്ട് ബെഞ്ചിലോട്ട് ഇട്ടു, അവന് വേറെ അലൊക്കേഷൻ കിട്ടിയില്ല, അവൻ ജോലിയില്ലാണ്ട് പിന്നെ 1 കൊല്ലം കണ്ടാണ് ജോലി നടന്ന സംഭവം. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം കമ്പനിയോ പ്രൊഡക്റ്റ് കമ്പനിയോ തന്നു കഴിഞ്ഞാൽ അതിന് ഗ്യാരണ്ടി ഉണ്ടാവും, കാരണം അവർ വെറുതെ എടുക്കില്ല. സർവീസ് കമ്പനി ഫില്ലറായിട്ട് എടുക്കും നിങ്ങളെ, എന്നിട്ട് അവർ നിങ്ങളെ റിലീസ് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് അലോക്കേഷൻ ചലഞ്ച് ആയിരിക്കും. അപ്പൊ ഈ ശുഷ്കമായ കഴിവുള്ളവരൊക്കെ ആയിരിക്കും ഈ പൈത്തൺ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അല്ല അതിപ്പോ ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് എന്റെ കാലത്തൊക്കെ C++ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞാനൊക്കെ ചെയ്തത്. ദരിദ്രം എന്ന് പറഞ്ഞാൽ ലോവർ മിഡിൽ ക്ലാസ്. അപ്പർ മിഡിൽ ക്ലാസ് പിള്ളേരും ചെയ്യുന്നറിയാമോ? 1.5 ലക്ഷം രൂപ കൊടുത്തൊക്കെ സാപ്പ് ഓടിക്കാൻ പോകും. മറ്റേതാണെങ്കിൽ കർണികാൻ റിച്ചിയുടെ ഒരു ബുക്കും ഒരു ക്ലിപ്പറിന്റെ ഗൈഡും ഉണ്ടെങ്കിൽ ഡെവലപ്പർ ആവാം, മനസ്സിലായില്ലേ? അപ്പൊ ഈ സാപ്പ്, പീപ്പിൾ സോഫ്റ്റ് ഇങ്ങനത്തെ ഹൈ എൻഡ് സോഫ്റ്റ്വെയർ സാധാരണ വീട്ടിലെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പൊ ആ പ്രോബ്ലം ഉണ്ട്. അതായത് പൈത്തണിലും ഇങ്ങനെയൊക്കെ നിറഞ്ഞ അധികം എന്തൊക്കെ പറഞ്ഞാലും പൈത്തൺ ആസ് എ എക്സ്റ്റൻഷൻ ടു C is a good idea provided that he knows C and C++, മനസ്സിലായില്ലേ? അല്ലാതെ വെറുതെ പൈത്തൺ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ജാങ്കോലോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടന്റ് മാനേജ്മെന്റിലോ അല്ലെങ്കിൽ ഓപ്പൺ ERPയോ അതിലെന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ പൊതുവെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇങ്ങനൊരു ഡിസ്റ്റിങ്ഷൻ ഇല്ലാന്നാണ് ആൾക്കാർ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ .NET ജാവ എന്റർപ്രൈസ് കമ്പ്യൂട്ടിങ്ങിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ജോബ് കിട്ടുന്നത്, ശരിയാണോ? അതിൽ തന്നെ ജാവയ്ക്ക് ഒരു 40% പേ പാക്കറ്റ് കൂടുതലാണ് കമ്പയർഡ് ടു .NET. ഐദർ ജാവക്കാർ ബാർഗെയിൻ ചെയ്യണോണ്ട് മാത്രമല്ല, ഇൻട്രാനെറ്റിൽ ഒതുങ്ങുന്നു മൈക്രോസോഫ്റ്റിന്റെ ഫുട് പ്രിന്റ്. എഡ്ജ് സിസ്റ്റംസ് ജാവയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ബിഗ് ഡാറ്റ അങ്ങനത്തെ ഉള്ളതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനിയിപ്പോ ഇഫ് യു നോ .NET ആൻഡ് ജാവ 1+1 = 11, ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ അവിടെയാണ് ഇപ്പൊ ഔട്ട്സോഴ്സ് ചെയ്ത് കിട്ടുന്ന മിക്ക ജോബ്സിന്റെയും ക്രക്സ് ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ഈ പലപ്പോഴും ഇപ്പൊ ക്ലബ് ഹൗസിലൊരു പുള്ളി പൈത്തണിനെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ തർക്കിച്ചു. ഗ്ലോബൽ ഇന്റർപ്രിറ്ററിലൊക്കെ ഒന്നും അവൻ കേട്ടിട്ട് പോലും ഇല്ല വരികയും. അപ്പൊ
അല്ല അപ്പൊ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാര് കറക്റ്റ് ആയിട്ട് എങ്ങനെ ബെറ്റ് പ്ലേസ് ചെയ്യണേ, അതിലൊരു നല്ല പ്രോബ്ലം ഉണ്ട്. അത് ഈ വരുന്നത് എന്താ വെച്ചാല് ഇപ്പൊ എന്താ പറയാ 5% ഉള്ള ജോബിന് കൂടുതൽ പൈസ കിട്ടും, 95% ഉള്ള ജോബിന് അതിന്റെ 80% പൈസ കിട്ടുമെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ ഒന്ന് അടിച്ചു നോക്കി, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ജോബ് ആൻഡ് ദ പേ ഓഫ് എടുത്തു നോക്കുക. അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു എക്സ്ട്രീം പേ കിട്ടുക, കുറവ് പേ കിട്ടുന്നതും വളരെ കൂടുതൽ കിട്ടുന്നതും വളരെ റിസ്ക്കാണ്. ഒരു പുള്ളിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ പേ കൂടുതൽ കിട്ടി, പിന്നെ പുള്ളിക്ക് ലാസ്റ്റ് കമ്പനി തുടങ്ങേണ്ടി വന്നു. പുള്ളിക്ക് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പുള്ളി വെയിറ്റ് ചെയ്യണം. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്, ഈ വാങ്ങിക്കണ പേ പാക്കറ്റ് കൂടി, പിന്നെ ഐദർ ഹാഫ് ദ ടൈം ഫുൾ സാലറിക്ക്, അല്ലെങ്കിൽ ഹാഫ് ദ സാലറിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യണം. പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന അതേഴ്സ് ടു ക്യാച്ച്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതില് എന്താ പറയാ, ഇപ്പൊ ഇതൊന്നും ആനക്ഡോട്ട്സും ഇതൊന്നും അല്ല, ഇതൊക്കെ ആക്ച്വലി എക്കണോമിക്സ് ആ പ്യുവർ ഞാനിവിടെ പറയുന്നത്. ഈ മെഷീൻ ലേണിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നും വേസ്റ്റ് ആണ്, ഇന്നും വേസ്റ്റ് ആണ്. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ജോലി കിട്ടില്ല. ദാറ്റ് വിൽ മേക്ക് യു ബെറ്റർ പ്രോഗ്രാമർ ഫോർ ഷുവർ. അത് ഞാൻ പറഞ്ഞുതരാം. മെഷീൻ ലേണിംഗ് മോഡൽസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് നിങ്ങളുടെ ബെറ്റർ ആവും. അതൊരു കരിയർ എന്നുള്ള രീതിയിൽ ഒരു നല്ല റിസ്കി പ്രൊഫഷനാണ് എനിക്ക് പറയുന്നത്. അത് ഒരിക്കലും മാറാനും പോകില്ല. അതായത് ഈ വിക്കറ്റ് കീപ്പർ, നമ്മൾ വിക്കറ്റ് കീപ്പർ ആണ് തോന്നി, ദിനേശ് കാർത്തിക്കിനെ പറ്റിയ മതിയിരിക്കും. ജാർഖണ്ഡിൽ നിന്ന് ഒരു ധോനി പെട്ട്, പിന്നെ ദിനേശ് കാർത്തിക് റീഇൻവെന്റ് ചെയ്യേണ്ടി വന്നു ഇന്ത്യൻ ടീമിൽ കയറാൻ. മനസ്സിലായില്ലേ? പുള്ളി കയറി, പുള്ളിയുടെ മെടുക്ക്. അതായത് പിന്നെ ഒരു ധോനി സീനില് ഒരു 10 മാച്ചുകൾ ക്ലിക്ക് ആയതിനു ശേഷം പിന്നെ ധോനിയുടെ വിക്കറ്റ് കീപ്പിംഗ് അത്ര ബെറ്റർ ആയിരുന്നില്ല പലരുടെയും അത്രയും. മനസ്സിലായില്ലേ? പക്ഷെ ധോനി അത് അടിച്ചുണ്ടാക്കി എടുക്കുവാറാണ്. പണ്ടേ ഈ അഗസ്റ്റസ് ലോഗി എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടായിരുന്നു വെസ്റ്റ് ഇൻഡീസിൽ. പുള്ളി 27 അടിക്കുള്ളൂ, പക്ഷെ പുള്ളി ശരിക്കും 57 അടിക്കില്ലാലെ 30 റൺ സേവ് ചെയ്യും പുള്ളി ഫീൽഡ് ചെയ്ത്. അപ്പൊ ലോഗി ടീമിലുണ്ടെങ്കിൽ ലോഗി 27 റൺ അടിക്കുകയും ചെയ്യും, 30 റൺ സേവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ കുറെ യൂസ്ഫുൾ പ്ലേയേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ദിനേശ് കാർത്തിക് പിന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടൊക്കെ പുള്ളി റീഇൻവെന്റ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ വിക്കറ്റ് കീപ്പറിന്റെ പണിയാണ് ഈ മെഷീൻ ലേണിംഗും മറ്റേതൊക്കെ പറഞ്ഞു ഡെവോപ്സും. മനസ്സിലായില്ലേ? കാരണം ഒരു കമ്പനിയിൽ ഏറിയ 3-4 പേര് വേണ്ടി വരും ഡെവോപ്സ്. 100-200 ഡെവലപ്പർ വേണ്ട സ്ഥലത്ത് അല്ലേ? അത് മാത്രമല്ല, ഈ പുതിയൊരു ഫ്രെയിംവർക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അടിച്ചു പോകും. ഉളൂമി അങ്ങനെയൊക്കെ ഈ എന്താ പറയാ, നമുക്ക് ഈ പുതിയ പണ്ട് ജാവയിൽ പറയായിരുന്നു പുതിയ ലൈബ്രറി വന്ന ജാവക്കാർ ഔട്ടാവുന്നു. മനസ്സിലായില്ലേ? ആ പ്രശ്നം. അപ്പൊ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഇനി എന്തെങ്കിലും ഉണ്ടോ ആനക്ഡോട്ട്സ്, കഥകളെ കുറിച്ച്? നിങ്ങളുടെ ജീവിതത്തിലെ കഥകളും എനിക്ക് കുറെ പറയാനുണ്ട്. പിന്നെ ഈ കുറെ ഇത് നമുക്ക് അതിനെ കുറിച്ച് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. ഉണ്ടോ എന്തെങ്കിലും ഐഡിയ? ഇല്ല, ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലേ?